மகேஷே அந்த சிம்மினி கொஞ்சம் ஆஃப் பண்றியா? சிம்னி ஆஃப் பண்ணியாச்சா? பண்ணிக்கோ. റെഡി. എന്നെ എല്ലാരും വഴക്ക് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധതയാണ്. ആരാ റൊമാൻറ്റിക്? ആരില്ല. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ഈ ആയിട്ട് പോക്കാൻ ഞാൻ ഒരാളെ കെട്ടണം. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇത് എഡിറ്റ് ചെയ്ത് മനസ്സിന് സ്ഥിരതയില്ല. ആരുടെ വീട്ടിലെ പേരാണെന്ന് ആഗ്രഹം. ഉമ്മി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് അല്ലേ? ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇതെല്ലാം ഒന്ന് എഴുതി കേൾക്കുന്നുണ്ടോ? കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ തുപ്പ് 3 വാട്ടി. അതെല്ലാരും പറയും അമ്മ ഒന്നും നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല, എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല, ഇഡ്ലി കൂടെ വെച്ച് തന്നിട്ടില്ല. പക്ഷെ ഒരു ദിവസം ജീവിച്ച് നോക്കിയാലാണ് അവർക്കറിയാം. ഈ കാർ പാർക്ക് ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. നാട്ടുകാര് കേട്ടിട്ട് അവര് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ആയിട്ടല്ല. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു. വളരെ നന്ദി. കഴിഞ്ഞിട്ടില്ല. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. സോ ഇന്ന് എൻ്റെ ഷോ ഭയങ്കര സ്പെഷ്യൽ ആണ്. കാരണം വിഷു ആണ് ഇന്ന്. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ ഫാമിലിക്കും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പൊ ഇന്ന് വിഷു ആയതുകൊണ്ട് ഞങ്ങൾ കേരളത്തിൽ നിൽക്കാൻ പ്ലാൻ ഇടാതെ ഞങ്ങൾ നേരെ വന്നിരിക്കുന്നത് ചെന്നൈയിലാണ്. യെസ്, ഇന്ന് എൻ്റെ എപ്പിസോഡിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള 2 വ്യക്തികളാണ് വിഷു സ്പെഷ്യലിന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, മലയാളത്തിലും തമിഴിലും ഒക്കെ ഒരുപാട് ഫാൻ ബേസ് ഉള്ള 2 വ്യക്തികളാണ്. നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ബിന്നി മാം ആൻഡ് ശിവാങ്കി. വണക്കം. നമസ്തേ. നമസ്കാരം. ചേച്ചി വിഷു ചേച്ചിയല്ല, കെന്നയാ. അല്ല ചേച്ചി, അമ്മല പറഞ്ഞ ചേച്ചി അല്ല, ചേച്ചിയല്ല. ഞാൻ പറഞ്ഞില്ല നിന്റെ വയസ്സ് തന്നെയാന്ന്. കെന്ന വന്ന് വിഷുവിന് മാത്രല്ല അവിടുത്തെ തമിഴ് ന്യൂ ഇയറിനും ചേർത്താണ് വന്നിരിക്കുന്നത്. അതെന്താ? സെയിം ഡേ വിഷുവും തമിഴ് ന്യൂ ഇയറും. എനിക്കതറിയില്ല. ആണോ? ഓ, ആ ഒരു ദിവസം കൂടെ ഉണ്ടല്ലേ. അപ്പൊ 2 ദിവസം സ്പെഷ്യൽ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് 2 പേർക്കും, ഈ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും. സെയിം ടു യു. അതെ, ഞാൻ ഒരുപാട് എന്താ പറയാ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തികളിൽ ഒന്നാട്ടോ ശിവാങ്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല, എന്തോ ഇഷ്ടമാണ് ശിവാങ്കി. ഞാൻ ആദ്യമായിട്ട് ഈ കുക്ക് വിത്ത് കോമാളി ഞാൻ കാണാറില്ല, ഇതിലൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഈ റീൽസ് വരുമല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തത് ഏതാ ഈ കുട്ടി, ഇങ്ങനെ കൊറേ റീൽസ് ചുമ്മാ സജഷനിൽ കയറി വരും നമ്മൾ സെർച്ച് ചെയ്യാതെ തന്നെ. അങ്ങനെ ഞാൻ തപ്പി പിടിച്ചെടുത്തപ്പോ പിന്നീട് എനിക്ക് ഇഷ്ടമായി. സംസാരം കൊണ്ടൊക്കെ ഭയങ്കര എന്താ പറയാ ഒരു രസം, ഭയങ്കര ഒരു ഭംഗി കാണാനും കേൾക്കാനും. പ്രായത്തിന്റെ മെച്ചൂരിറ്റി ഇല്ല. അല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് ഈ അമ്മാണ് അത് പറയുന്ന. അമ്മന് 50 വയസ്സായി, ഒരു മെച്ചൂരിറ്റി കൂടെ ഈ അമ്മനെ കൂട്ടിട്ട് ഒരു 50 വയസ്സായല്ലേ, പക്ഷെ സ്റ്റിൽ സോ യങ്. പക്ഷെ ഞാനുണ്ടല്ലോ, ഞാൻ ഈ അമ്മ ശരിയില്ല. ഈ അമ്മന് 50 വയസ്സായി. ഓസ്ട്രേലിയയില് വന്ന് എന്നെ അലവിട്ട് അതിന് പേരെന്താ? അലവിട്ട് മലയാളം എന്താ? അലറി. അല്ലല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലയെ വിട്ടെന്ന് പറഞ്ഞാ എന്നെ അലവിട്ട് കഷ്ടപ്പെടുത്തി ഞാൻ അവളെ. അമ്മയാണ് എന്നെ നോക്കാൻ വന്നത്, പക്ഷെ ഞാൻ അമ്മനെ നോക്കേണ്ടി വന്നു. അയ്യോ, ഒന്നും പറയണ്ട. അതെ, എന്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. റൂമിൽ പോയ കീ മാത്രല്ല എല്ലാத்தையும் ഇങ്ങനെ വിട്ടിട്ട് വരും. അല്ലല്ല, ഇത്തവണ കീ നഷ്ടപ്പെട്ടു പോയി. കീ നഷ്ടപ്പെട്ടു പോയതും പോരാ, ഞാന് ശരി എങ്ങനെയെങ്കിലും അവിടെ പോയി താഴെ പ്ലീസ് ഇനി റൂമിന്റെ കീ എന്ന് ചോദിച്ചാ, ഇവളുണ്ടല്ലോ, ഇവളവിടെ ചെന്ന് എന്താ ഇനി ഫീ ഉണ്ടോ കീ തൊലഞ്ഞു പോയതിനൊന്നും ഇവള്. അവരാണെങ്കിൽ അടുത്ത കീ ഓക്കെ എന്ന് പറഞ്ഞ് എടുത്ത് തരാൻ നിൽക്കുമ്പോ ഇവള് എന്താണ് പണിഷ്മെന്റ്, എന്താണ് ഞാൻ കുറച്ച് ഇതാണ് നേർമ. സാരില്ല, നീ ഇഷ്ടമുള്ള അതാണ് എല്ലാരും ശിവാങ്കിനെ കുറിച്ച് പറയുന്നത്. ഭയങ്കര ജെന്യൂൻ ആണ്. ഞാൻ ഈ വരുന്നതിന് മുന്നേ കുറെ വീഡിയോസ് തമിഴ് മലയാളത്തിലൊക്കെ കണ്ടപ്പോ കമന്റ്സ് നോക്കുമ്പോ ഒട്ടും നെഗറ്റീവ് കമന്റ്സ് ഇല്ല. അയ്യോ
അത് നല്ല അർത്ഥത്തിലാ പറഞ്ഞ, പക്ഷെ കാണുന്നവര് അതല്ലേ ഇങ്ങനെ ഒരു മോളെ ഇവിടെ കിട്ടി, വീട് സ്വർഗം പോലെയല്ലേ. ഇവിടെ വന്ന് താമസിക്കണമെന്നറിയാം. ഈ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ പലരും കുക്ക് വിത്ത് കോമാളി ഒന്നും കണ്ടിട്ടില്ല, ഈ ഇന്റർവ്യൂസ് കണ്ട് കുറെ പേര് ഫാൻസ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മോളെ കിട്ടണെങ്കിൽ ഈ വീട് തന്നെ എന്ത് രസമാണ്, സ്വർഗം പോലത്തെ ഒരു വീടായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് ആക്ച്വലി ഞാൻ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീട്ടില് സൈലന്റ് ആണോ? എന്റെ മുറിയെ വിട്ട് ഞാൻ വെളി വരവില്ല. അതായത് ഞങ്ങള് തോണ്ടാൻ പോവാറില്ല, സംസാരിച്ച് കഴിഞ്ഞ ചിലപ്പോ ഈ ഇവിടെ വില്ല മുഴുവൻ കേൾക്കും. എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വന്നോന്ന് വെച്ചോ, അവളുടെ അടുത്ത് നിൽക്കാൻ പറ്റൂല. പിന്നെ അതെ, ഹൈ ഇപ്പൊ ഈ പിച്ചിന്റെ ഒരു 4 ഇരട്ടി ഹൈയിലങ്ങ് സംസാരിക്കും. നമുക്ക് നാണമാകും. കാരണം എല്ലാവരും കേക്കും. ഈ കുട്ടിക്ക് എല്ലാരും കേൾക്കുന്നു എന്നൊരു നാണമൊന്നുമില്ല. അത് എന്താന്നറിയോ, അത് വന്ന് എനിക്ക് എന്റെ പോയിന്റ് ഞാൻ സ്പഷ്ടമാക്കണം. അത് വിട്ടിട്ട് നമ്മളിപ്പോ ഒരു പോയിന്റ് അപ്പൊ ഞാൻ ഒച്ചത്തി സംസാരിച്ചാണ് ആ പോയിന്റ് എന്നെ പൊറുത്ത് എനിക്ക് രജിസ്റ്റർ ആവുള്ളൂ. അത് രജിസ്റ്റർ ആയില്ലെങ്കിൽ എനിക്ക് ആ 10 ദിവസം അതിന് ഞാൻ ഓവർ തിങ്ക് ചെയ്യും. എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒച്ചയില് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാ പ്രോബ്ലം. ഈ നാട്ടുകാര് കേട്ടിട്ട് അവര് അവരുടെ ജോലിക്ക് പോകും. പക്ഷെ ഞാൻ എന്റെ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് മറു ജോലിക്ക് പോരാൻ പറ്റില്ല. സോ അതുകൊണ്ട് നാട്ടുകാര് കേട്ടാ എനിക്ക് കുഴപ്പമില്ല. അതാണ് നമ്മളൊരു സെയിം വൈബാന്ന് തോന്നുന്നല്ലേ. പക്ഷേ നമുക്കൊക്കെ ഒരു നാണക്കേടൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അതൊന്നുമില്ല. ഈ നാണക്കേട് ഈ വേൾഡിൽ ജീവിക്കാൻ പറ്റില്ല. എന്താ പറയാ, നമുക്ക് ഒരു മിനിമം നമ്മള് ബാക്കിയുള്ളവരെ സമൂഹത്തിനെ റെസ്പെക്ട് ചെയ്യണല്ലോ. നമ്മള് സൗണ്ട് എടുക്കുമ്പോഴും എല്ലാം അക്കം പക്കത്തുള്ളവർക്കൊന്നും കേൾക്കാൻ അങ്ങനെ നമ്മള് പ്ലേസിലല്ല ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നത്. അതെ അതെ, ഒന്നും ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ എന്ത് വേണല്ലേ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. നല്ല ഉറപ്പുള്ള എന്താ പറയണ എയർ ടൈറ്റ് ഡോഴ്സ് ആണ്. ആണോ? ഒറ്റൊന്നും വെളിയിൽ പോകത്തില്ല. ഓ ഞാനോടത്തെ വില്ലാന്ന് പറയുമ്പോഴത്തേനും നമ്മളൊന്ന് ചുമച്ച അപ്പുറത്ത് കേൾക്കൂല. അതിന് ഒരു ദിവസം ഇവിടെ എന്റെ ചേച്ചിമാരൊക്കെ വന്നു. അപ്പൊ ഞങ്ങള് വെളിയിൽ പോവാനായിട്ട് ഇവളൊരു ഹോട്ടലിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു. അതിന് അവള് ഓർഡർ ചെയ്ത ഏതോ സാധനം ഞാൻ അത് കൊള്ളൂലെന്നെന്തോ പറഞ്ഞു പോയത്. വീടിന് വെളിയിൽ നിന്ന് ഒച്ചത്തിലിനോട് വഴക്കൂടി. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ കാണുന്ന പാവ ആളല്ല. അല്ല അപ്പൊ ഈ ഫെയിം ഈ എല്ലാരും ശിവാംഗി ഭയങ്കര ആരാധനയോടൊക്കെ അല്ലേ ഇവിടെ ഉള്ളവരൊക്കെ നോക്കി കാണുന്നത്. അപ്പൊ ഒച്ചത്തിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേനും അവര് സപ്പോർട്ട് ചെയ്യോ? എങ്ങനെയാണ്? അവരാരും വരത്തില്ല. ഇവിടെ ആരും വരില്ല. ഇവിടെ ആരും ആരുടെയും കാര്യമൊന്നും നോക്കൂല. എല്ലാവർക്കും ഞങ്ങളും നോക്കില്ല. അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ഇവിടെ ടച്ച്വുഡ് ഇന്ന് വരെ ഈ നിമിഷം വരെ നെഗറ്റീവ്സ് വളരെ കുറവാണ്. പബ്ലിക്കായിട്ട് ഒരാളെ എടുത്ത് കീറണതും ഒരാൾക്കെതിരെ സംസാരിക്കുന്നതും അങ്ങനെ അത്രയില്ല. അടുത്തുള്ള വീട്ടുകാരെ കുറിച്ച് ഗോസിപ്പ് പറയണോ ഇത് നമുക്ക് ആർക്കും ഇന്നും അറിയില്ല അപ്പുറത്തും ഇപ്പുറത്തും ആരാണ്. ആ ഒരു വന്നപ്പോ 6 മാസമായി. ആരാ നെയ്ബറും കൂടെ എനിക്കറിയില്ല. ആർക്കും എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ബിസിയാണ്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു. മറ്റുള്ളവരെ മാക്സിമം എൻകറേജ് ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ഞങ്ങളിപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന യൂബറില് ചുമ്മാ തമിഴ് അറിയില്ലേലും തമിഴ് സംസാരിക്കുമല്ലോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ കേരള ശിവാംഗി തെരിയുമാ കുക്ക് വിത്ത് കോമാളി ശിവാംഗി ഇന്റർവ്യൂ എടുക്കാൻ വരുവാണ്. അപ്പൊ ഞങ്ങൾ വെച്ച് ഫാൻ ബേസ് ഉണ്ട്, നിറയെ ഫാൻ ബേസ് എനിക്ക്. എല്ലാവർക്കും അറിയാം ശിവാംഗിയെ. ഞാൻ കേറുന്ന ഞങ്ങൾ 3 ഊബർ കയറിയിട്ടുണ്ട്. 3 ഊബറിലും ഞങ്ങൾ ശിവാംഗിയുടെ പേരും പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ദിവസം ഞാനിങ്ങനെ പോവാ. അപ്പൊ ഒരു ജെമിനി ആ സൈഡില്, അപ്പൊ പോലീസുകാരെല്ലാ സൈഡിലും ഇവര് നിങ്ങൾ കണ്ടു കാണാം, ഇവര് റോഡിന്റെ മുഖം എപ്പോഴും നിക്കാറുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ. അപ്പോൾ ദൂരെ നിന്ന് പോലീസുകാരെ കാർ ഒതുക്കാൻ പറഞ്ഞു. ഉടനെ ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം ഇതെല്ലാം എടുത്തു വെച്ചോ, എന്താണെന്നറിയാൻ പാടില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്നറിയാൻ പാടില്ല. അപ്പോൾ അവരിങ്ങനെ 2 പേര് വിളിക്കുന്ന ഇങ്ങനെ ഒതുക്കി. അപ്പോൾ സീരിയസ് ആയിട്ട് വിളിക്കണേ, എന്താണ് നമ്മൾ ചെയ്ത തെറ്റ്, നമ്മളങ്ങനെ ഒരിക്കലും ഇത് ചെയ്യാറില്ല. ചെന്ന് കഴിഞ്ഞാൽ ശിവാംഗി അമ്മ പറഞ്ഞു എന്താ അറിയോ ഇത് ഒരു ഐറണി. ഞാൻ അമ്മയും കൂടെ പോവും. ഫസ്റ്റ് തിരിച്ചറിയുന്നത് അമ്മേനെ. അതും അമ്മ എന്ന് പറയില്ല, ശിവാംഗി അമ്മ എന്ന് പറയും. എന്നിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും, ശിവാംഗി അവിടെ വന്നില്ലെന്ന് ചോദിക്കും. ഇവളെന്താ പറയാമോ, ഇവള് വെളിയിൽ ഇറങ്ങുമ്പോ കണ്ണെഴുതില്ല, ഒരു മേക്കപ്പ് ഇല്ല, ഒരു പൊട്ട് കമ്മല് പോലും ഇടില്ല, പൊട്ടില്ല, ഒന്നുമില്ല. ഒരു
തലേ കെട്ടി സ്പീഡിൽ പോകും. ആർക്കും അങ്ങനെ എളുപ്പം നോട്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. സ്പീഡിൽ അവരെ പോകുന്നു. പക്ഷെ ഞാൻ ബാത്റൂമിൽ പോയാലും കണ്ണെഴുതിയിട്ടേ പോകും. അത് ഞാൻ കണ്ടു. പനി പിടിച്ച് കിടന്നാലും കണ്ണ്. ഞാന് അത് ഞാനും യോജിക്കുന്നു ചെറുതായിട്ട്. ആ വിഷയത്തില് ഞാൻ കുറച്ച് ഓപ്പോസിറ്റ്. ഈ വിഷയത്തിൽ ഞങ്ങൾ കണ്ണെല്ലാം ഇതിട്ട് പോണ കണ്ണ് എരിയൂലേ? അത് നമ്മുടെ സന്തോഷമാ. അത് ഈ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്നെ കാണുമ്പോൾ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണെന്നാണ് എന്റെ വിചാരം. പക്ഷേ എനിക്ക് കണ്ണ് എഴുതണം എന്നൊന്നും ആവശ്യമില്ല. കണ്ണ് എഴുതാതെ ഞാൻ ഭംഗിയാ. അങ്ങനെ ഒരു കോൺഫിഡൻസ് വേണം കേട്ടോ. നമുക്ക് ആ കോൺഫിഡൻസ് എനിക്ക് ഒട്ടുമില്ല. എനിക്ക് എന്നെ കണ്ണൊന്നും എഴുതാതെ ലിപ്സ്റ്റിക് ഇടാതെ കണ്ട ഇതെന്ത് കൊരങ്ങി നമുക്കങ്ങനെ എന്ന് തോന്നും. എന്നിട്ട് ഉടനെ തന്നെ എനിക്ക് ചിലപ്പോ പനി പിടിച്ച് 105 കടന്നാലും ഉടനെ കണ്ണൊക്കെ എഴുതി നോക്കുമ്പോ ഒരു ഇച്ചിരി സമാധാനം. നാട്ടുകാർക്ക് എങ്ങനെയാന്ന് അറിയത്തില്ല. പക്ഷെ നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ ആദ്യം എന്നെ നോക്കുന്നത്. അതുകൊണ്ട് അപ്പൊ എന്റെ കണ്ണ് വെച്ച് എല്ലാരും കണ്ണ് കാണുമ്പോ കണ്ടുപിടിക്കും. എന്നിട്ട് ശിവാംഗിയോട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ശിവാംഗി അമ്മ കൂടെ നാഗപ്പോട്ടെ. ഇവള് ഒരു എക്സിബിഷന് പോയപ്പോ ഇവള് മാസ്ക് വെച്ചിട്ടുണ്ട്. ഇവളുടെ കയ്യില് ഫോട്ടോ എടുക്കുക. ഇവള് എന്റെ അടുത്ത് മിണ്ടണ്ടെന്ന് പറഞ്ഞു. അവര് ശിവാംഗി അമ്മ എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കണം. പക്ഷെ ഇവള് കൂടെ അപ്പൊ ഞാൻ പറയാം കണ്ടാ നീ ഒരു കണ്ണില്ല. പിന്നെ എന്റെ മൂഞ്ചി മാറി. മൂഞ്ചി മാറിയെന്ന് വെച്ചാ എന്താ? മുഖം മാറിയ. ഓക്കെ, എന്നെ പെട്ടെന്ന് ചിരിച്ചപ്പോഴേ. മൂഞ്ചി എന്ന് പറഞ്ഞാൽ തമിഴില് ഫേസ്. ഓക്കെ, ഫേസ്. അതിന്റെ പേരെന്താ? അല്ല, പണ്ട് ഒരു 3 വർഷം മുമ്പ് ഇങ്ങനെ പല അങ്ങനെ കുറച്ച് അത്ര മോശമല്ല. കുറച്ച് പല്ല് മുകളിലുണ്ടായിരുന്നു. ഇപ്പൊ താഴായി. ഇപ്പോഴും താഴെ ആയിക്കൊണ്ടിരിക്കാം. എന്നിട്ട് ഇവിടെ സാറ്റ് പോയി. ഇവിടെ എല്ലാം ഡാൻസ് ഒക്കെ ആള് കളിക്കുന്നുണ്ട്. അപ്പം ഈ ചബ്ബി ചീക്സ് അങ്ങ് മാറിപ്പോയി. അതുകൊണ്ട് ആൾക്കാർക്ക് ഇപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ 2 സെക്കൻഡ്സ് നോക്കണം. എന്നിട്ട് പറയും, എന്നാ மேடம் டிவில நல்ல குண்டா இருந்தீங்க, ஹைட்டா இருந்தீங்க, இவ்ளோ சின்னதா இருக்கீங்கன்னு. അയ്യേ നീங்க ചിന്ന പാപ്പ എന്തിനാ ടിവിയിൽ ഞാൻ കുറച്ച് ഹൈറ്റ് ആയിട്ട് കുറച്ച് പ്ലംപ് ആയിട്ട് കാണാം. അല്ല, ചിലവർക്ക് ടിവിയിൽ വരുമ്പോ കുറച്ചൊരു എന്റെ അനുഭവം ഒന്നും പറയണ്ട. ഞാൻ ഇച്ചിരി എക്സ്ട്രാ ആണ്. എനിക്ക് ബാക്കി എല്ലാവർക്കും ടിവിയിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് പക്ഷെ എത്ര ഒരുങ്ങിയാലും കവിളൊക്കെ എന്റെ അങ്ങ് ചാടി വല്ലാത്തൊരു ഫേസ്, വല്ലാത്തൊരു രീതിയാണ്. പക്ഷെ എനിക്കൊന്ന് നേരിട്ട് കാണുമ്പോ അത്ര ഇല്ല. ചോദിക്കും ഇങ്ങനെ മെലിഞ്ഞോ? ഞാൻ പറഞ്ഞു ഇല്ല, ഇതാണ് ടിവിയില് കാണുമ്പോ ടിവിയില്. അത് എന്താന്നറിയത്തില്ല. അതുകൊണ്ട് കുറച്ച് മെലിച്ച് നല്ല അതേപോലെ തന്നെയാ സെയിം എന്റെ അടുത്തും പറയും. ഈ ഡയറ്റ് കോൺഷ്യസ് ഒക്കെ നോക്കാറുണ്ടോ ശിവാംഗിയുടെ? ലഞ്ച് കഴിഞ്ഞ് 2 ചോക്ലേറ്റ്, എന്നിട്ട് സ്നാക്സ് 1 ചോക്ലേറ്റ്, ഡിന്നർ 2 ചോക്ലേറ്റ്, ഡെയിലി 5 ചോക്ലേറ്റ്. എന്നിട്ട് എങ്ങനെ ഇത്ര സുന്ദരിയായിട്ട് ഇങ്ങനെ ജോലൈനൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നു? അതിനേത്ത പടി വേറെ എന്തെങ്കിലും ചെയ്യും. എന്താ ചെയ്യുന്നത്? ഞാൻ ഡാൻസ് ക്ലാസ് പോകും. എന്നിട്ട് എനിക്ക് ചുമ്മാ ഒരിടത്തിൽ ഇരിക്കാൻ പറ്റില്ല, നടന്നോണ്ടേയിരിക്കും, എന്തെങ്കിലും ചെയ്തോണ്ടേയിരിക്കും. അതിൽ കാലറി ബേൺ ആവും. ബേൺ ആയി തിരിച്ചും കഴിച്ചോണ്ടേയിരിക്കും. ശിവാംഗി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സൺ ആണോ? അല്ല, ഞാനാണ് അങ്ങനെ ഞാൻ പറയാൻ പറ്റില്ല. പോസിറ്റീവ് ആണ് വെളിയില്. ഞാന് എന്നെ എല്ലാരും വഴക്ക് പറയുന്നത് ഞാൻ ഭയങ്കര സത്യസന്ധതയാണെന്ന്. ആദ്യമായിട്ടാണ് സത്യസന്ധതയ്ക്ക് ഇത്രയും വഴക്ക്. ശിവാംഗി അപ്പൊ അത് മോളിൽ വന്നപ്പോ പറഞ്ഞിട്ട് പോയി സത്യസന്ധ. അല്ല, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയും ഓപ്പണാ പറയും. ഒരു കുന്തം മനസ്സിലില്ല ഇവള്, എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. അതുകൊണ്ടല്ലേ എന്നെ ഇങ്ങനെ നാണിപ്പിക്കുന്നേ. എന്റെ ഒരു കസിൻ പറഞ്ഞു, ചേച്ചി ഇനി ഇവളുടെ കൂടെ ഇന്റർവ്യൂവിന് പോയിരിക്കരുത് കേട്ടോ, ഇത്രയും നാണം കെട്ടു ഇനി. ഇല്ല, എന്താന്നാ പോസിറ്റീവ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്. ഓക്കെ, മനസ്സിൽ അതുണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ല. എന്തെങ്കിലൊക്കെ ഇൻസെക്യൂർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അല്ലേ? ഞാൻ നോക്കിയിട്ട് ഇവള് എന്നെക്കാളും പോസിറ്റീവാ. അവളുടെ അപ്പ ഇത് വയസ്സ് അങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ വയസ്സ് അങ്ങനെയാണ്. മലയാളം ഞാനടുത്ത തമിഴിനി വല്ല വേറെ അർത്ഥമാണോ? അതല്ല, ഈ നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ശിവാംഗിനെ പോലെ മോളെ കിട്ടണം എന്ന് കൂടി ശിവാംഗിയുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവല്ലോ. ഇപ്പൊ ബിന്നി ചേച്ചി ഇത്രയും സപ്പോർട്ടീവ്, ഇത്ര നല്ല എന്താ പറയാ ഒരു ഫ്രണ്ട് വൈബ് പോലെ തോന്നിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അമ്മേനെ ഞങ്ങൾക്കും കിട്ടിയിരുന്നു എല്ലാരും പറയും. പക്ഷെ ഒരു ദിവസം ജീവിച്ച് നോക്കിയാലാണ് അവർക്കറിയാം. അയ്യേ, പിന്നെ പാവല്ലേ. എന്തുവാടി എനിക്ക് കുഴപ്പം? ഇല്ല, കുഴപ്പമില്ല, ജാലിയായ അമ്മയാ. പക്ഷെ
എന്തോ എനിക്ക് കുഴപ്പം ഞാൻ എന്തോ സത്യസന്ധ പോരട്ടെ. എന്നെ പോലെ ഒരു അമ്മയെ കിട്ടാൻ എനിക്ക് അല്ല കൺഫേം അമ്മനെ പോലെ ഒരു അമ്മയെ കിട്ടാൻ നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം. നല്ല എന്താ ചിരിക്കണം, അമ്മ തന്നെ ചിരിക്കുന്നു. നല്ലൊരു ഭാഗ്യവതി ആയിരിക്കണം, ഇതായിരിക്കണം. പക്ഷെ എന്താന്നറിയോ, ഞാനും അമ്മയും സെയിം ക്യാരക്ടർ. അപ്പൊ എന്താ മാഗ്നറ്റ് ഇരിക്കുന്നു അല്ലേ, ഒരേ സൈഡ് വെച്ചാ ഇങ്ങനെ പോലെ അതുപോലെ അടിക്കടി നമ്മൾ രണ്ടുപേർക്കും ആവും. ഓ എപ്പോഴൊക്കെ ആയിരിക്കുന്നേ? ഇപ്പോഴും റീസെന്റ് ഞങ്ങൾ ഒരുമിച്ചാ ട്രാവൽ ചെയ്യണേ. ജാളി അല്ലേ, എല്ലാ ജാളി. ഞങ്ങൾ ഒരേ നക്ഷത്രവാ, സെയിം സ്റ്റാർ ആണ്. ഓക്കെ അല്ല ഒരേ ക്യാരക്ടർ അച്ചസല്. ഇപ്പൊ ഞാൻ എങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ, ഒരു വോയിസ് എന്നിട്ട് ക്യാരക്ടർ എന്നിട്ട് എല്ലാമേ 80% അമ്മ, മിച്ച ഒരു പാവം വേറെ വഴിയിലുണ്ട് അപ്പ പോലെ ഒരു 20%. എനിക്ക് അത് ഫുൾ ഒരേ ക്യാരക്ടറാ. കണ്ട ചില സമയം എനിക്ക് കുറച്ച് സൈലൻസ് വേണം. ഓക്കെ, അപ്പൊ അപ്പമാകെ ഇങ്ങനെ 20% കിട്ടിയോണ്ട് ഭാഗ്യല്ലേ, 100% ഞാൻ ആയി പോയി. അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ 40% അപ്പായും ഒരു 50% അങ്ങനെ. കാരണം ഇവളുടെ പ്രായത്തില് ഞാൻ ഇങ്ങനെയല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ഓ ഞാൻ എന്തെല്ലാം പണി ചെയ്യുമായിരുന്നു. എനിക്കൊരു ഇഡ്ഡലി കൂടെ വെച്ച് തന്നിട്ടില്ലേ ഇതുവരെ? ഇഡലിയോ? അപ്പൊ നീ കൊച്ചിലെ കഴിച്ച ഇഡലിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. അത് കൂടെ എനിക്ക് എന്റെ അമ്മ കാണുമ്പോ ഒരുമാതിരി പാവമാണ്ടാവും. എന്തിനാ അമ്മ വന്ന് നമ്മുടെ വൈബ് ഈ രാവിലെ എഴുന്നേക്കുന്നത് ഇഷ്ടല്ല. അതെ രാവിലെ അതോ പിള്ളേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതോടെ ഇഷ്ടല്ല. ഇവർക്ക് എന്താ തലയിൽ കെട്ടി കൊടുക്കുന്നതെന്ന് ആലോചിക്കും. എന്നിട്ട് ഡെയിലി വേറെ വഴിയിലാണ്ട് ആ ബൂസ്റ്റ് കുടിക്കുമ്പോല്ലേ ഞാൻ ഛർദിച്ചിട്ടാ പോകുന്നത്. എന്തിനാ അത്ര ഫോഴ്സ് ചെയ്യും ബൂസ്റ്റ്. എനിക്ക് പാല് ആവൂല അത്ര. ഞാൻ 10 വാട്ടി ഞാൻ പറയാം എനിക്ക് പാലുണ്ടാക്കല്ലേ. ചെറിയ വയസ്സിൽ വന്ന് ആ പാല് വന്ന് തിരിച്ച് തീറ്റി, അത് ദമ്മാത്തോണ്ട് പാലല്ല, ഇത്ര വലിയ പാല്. സ്കൂളിൽ പോയി വാന്തി വന്ന് എനിക്ക് വന്ന് അത് ശബ്ദിച്ചിട്ടുണ്ടോ? എനിക്കത് അറിയില്ലായിരുന്നു സ്കൂളില്. പിന്നെ പാവം കൊച്ചു മനസ്സിൽ ആ സങ്കടം ഉണ്ടായിരുന്നു. വേറെ വഴി ഉണ്ടാണ്ട് തൈര് സാധനം ഉണ്ടാക്കി തരാം. എല്ലാവരുടെ അമ്മമാര് വന്ന് ലെമൺ ജ്യൂസ്, ലെമൺ റൈസ്. അതും എന്റെ സ്കൂള് വീട്ടിൽ നിന്ന് 5 കിലോമീറ്റർ കൂടെ അല്ല, 5 മിനിറ്റ്. അപ്പൊ കൂടെ അമ്മ എല്ലാരും വന്ന് വീട്ടിൽ വന്ന് സ്കൂളിൽ വന്ന് ലഞ്ച് ടൈമിൽ വന്ന് ഇത് തരും. ഫ്രഷ് ഫ്രൈഡ് റൈസ്, പനീർ, ചപ്പാത്തി, ഗ്രേവി, എന്നിട്ട് പുളിയോദര ഇതൊക്കെ ഉണ്ടാക്കിയത്. അതൊന്നും ഒരു ടേസ്റ്റും കാണില്ല. അതൊക്കെ ടേസ്റ്റ് വേണ്ടേ? അവര് മിണ്ടൂല അതിനൊക്കെ. അവരമ്മമാരുണ്ടാക്കി സെമ്മ ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ അമ്മ ഇരിക്കുന്നു അല്ലേ, രാവിലെ വേറെ വഴിയില്ലാണ്ട് അതോ തൈര് സാധനം ഓപ്പൺ, ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്താ ചോറ് മാത്രം ഉണ്ടാവില്ല, തൈരില്ല എവിടെയോ പറന്നുപോയി. തൈര് വന്ന് ഇതായി പോയി, അതിന് പേരെന്താ ഡ്രൈ ആയിപ്പോയി. എനി കമന്റ്സ്? വെറുതെ അല്ല ഈ പിള്ളേര് എന്നെ കാണുമ്പോ വരണത്. സ്കൂൾ വിട്ട് വരുമ്പോ സാധാരണ ഇവരിപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഞാൻ വരേണ്ടി വന്നല്ലേ ഈ ഒരു സത്യം മനസ്സിലാക്കാൻ. ഇല്ല പക്ഷെ അതാണ് അമ്മ നമ്മുടെ വൈബ്. അങ്ങനെ ഇരിക്കുമ്പോ അപ്പ ഒന്ന് സെറ്റ് ആവില്ല, അപ്പ സെറ്റ് ആവും. ശിവാംഗിക്ക് എങ്ങനെ കുക്കിംഗ് ഇപ്പൊ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇമാജിൻ ചെയ്യാ? എനിക്കൊരു കുട്ടി ഉണ്ടായ ഞാൻ കണ്ടിപ്പാ ആ കുട്ടിയുടെ സ്കൂൾക്ക് ഞാൻ ആ കുക്ക് ചെയ്യും. അതൊരു മാറ്റം നമ്മൾ കൊണ്ടുവന്നത്. നീ രാവിലെ 5:30 എഴുന്നേക്കണം. നീ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ്, 5:30 എണീക്കണം. കൂടെ ഒരു ചേച്ചിനെ ഞാൻ നിർത്തും. പറയാനുണ്ട്, കുട്ടിക്ക് പറയാനുണ്ട് എന്തോ. കൂടെ ഒരു ചേച്ചിനെ നിർത്തും, പക്ഷെ ഞാൻ ഉണ്ടാക്കുള്ളൂ. ഇൻ കേസ് 5:30 എണീക്കണമെങ്കിൽ ഒന്ന് വിളിക്കാനൊക്കെ ഒരു ചേച്ചി നല്ലതാ അല്ലെ, സഹായിക്കാനൊക്കെ. അതിന് പകരം പക്ഷെ എന്റെ കുട്ടീനെ ഞാൻ ആ സ്കൂളിൽ നിന്ന് എടുത്തിട്ട് വരും. എന്റെ കുട്ടിയുടെ ഓപ്പൺ ഡേക്ക് ഞാനേ പോകുള്ളൂ. ഇതെല്ലാം ഒന്ന് എഴുതി ഇപ്പൊ തിരക്കോട് തിരക്കാണല്ലോ. ഇപ്പൊ ബാൻഡ് ഉണ്ട്, കോൺസേർട്ട് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഭയങ്കര തിരക്കാണെങ്കിൽ എന്ത് ചെയ്യും? കുട്ടീനെ കൂട്ടിട്ടോ ക്ലാസ് പോയാലും കുഴപ്പമില്ല. കുട്ടിയുടെ ക്ലാസ് കല്യാണത്തിന് ചെറുക്കം പോലും ആയിട്ടില്ല. ഹസ്ബൻഡിന്റെ കൂടെ ബാലൻസ് ചെയ്യും. ഹസ്ബൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ കുട്ടി വരെ എത്തി. ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി.
അപ്പാ ഓടി പോയോ? ഇതൊക്കെ കേൾക്കുന്നുണ്ട് എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തുവാടി നീ പറയുന്നത്? അതും മലയാളത്തില്. ഇതിവിടെയാണെങ്കിൽ കുഴപ്പമില്ല, ഇവിടെയുള്ളവർ അത് അറിയാന്ന് പറയാം. അല്ല കുട്ടി ഇങ്ങനെ ദത്തെടുക്കുക ഹസ്ബൻഡ് വേണ്ട, കുട്ടി മതി. ദൈവം അങ്ങനെ ഇങ്ങോട്ട് ചാടി വീഴല്ലേ. അല്ലേ അടിക്കടി ഡെയിലി ഞാൻ ഇങ്ങനെ അത് ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവാ നെഗറ്റീവാ ഡെയിലി ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഒരു ദിവസം ഈ കല്യാണം ചെയ്താലേ അയ്യോ ജീവിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ഡേ കല്യാണമൊക്കെ ചെയ്താൽ അത്ര നന്നായിരിക്കില്ലേ. നെക്സ്റ്റ് അയ്യോ കല്യാണമായി കുട്ടി വേണ്ട എന്ന് നെക്സ്റ്റ് കല്യാണം വേണം കുട്ടി വേണം എന്നിട്ട് ആലോചിക്കും കല്യാണം വേണ്ട കുട്ടി മാത്രം മതി. അത് ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ അങ്ങനെ നോക്കാം എന്താന്ന് നോക്കാം. പക്ഷെ ശിവാംഗി പ്രായത്തിന്റെ കോളാറാണ്. ഇനിയിപ്പം എത്ര വയസ്സിലെ കെട്ടിച്ചു വിടാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഇപ്പൊ കെട്ടിച്ചു വിടാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതായത് എനിക്ക് പീഡിയാട്രീഷ്യനെ ഭയങ്കര ഡോക്ടറിനെയാണോ ആലോചിക്കുന്നത്? അല്ല, നോക്കുന്ന ആൾക്കാരും ഇപ്പൊ ഇതൊരു പിള്ളേരുടെ സ്വഭാവം, പിള്ളേരെ മാനേജ് പീഡിയാട്രീഷ്യൻ ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ട്? അവരാവുമ്പോ സ്റ്റെതസ്കോപ്പില് അമ്മയുടെ ആഗ്രഹമല്ല എന്നെ ഒന്ന് തിരിക്കുന്നു എന്റെ മോള്. അമ്മയുടെ ആഗ്രഹങ്ങളെല്ലാം അടിച്ചേൽപ്പിക്കുന്നു. ബോറിങ്. അയ്യോ നല്ല ജോബാണ്, പക്ഷെ എനിക്ക് ബോറിങ്. അങ്ങനല്ല, ഇത് എഡിറ്റ് ചെയ്യും. ഒരു മിനിറ്റ് തെറ്റായി പോകും. പീഡിയാട്രീഷ്യൻ സൂപ്പർ, നല്ലത്. പക്ഷേ അവർ കൊച്ചിയിലെ നോക്കുന്ന പോലെ അവരുടെ സ്വന്തം ഭാര്യയെ നോക്കണമെന്ന് ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട. എനിക്ക് ഡോക്ടർ, എഞ്ചിനീയർ എതുമേ എനിക്ക് വേണ്ട. എനിക്ക് എന്റെ ഫീൽഡിലെ ഒരാൾ പൈലറ്റ് എനിക്ക് വേണ്ട. പൈലറ്റ് പാതി ദിവസം വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ടാ ഫ്രീ ആയിട്ട് പറക്കാലോ. ഫ്രീ ആയിട്ട് പറക്കാൻ ഞാൻ ഒരാളെ കെട്ടണം. അപ്പൊ ഞാൻ ഒരു ഡോക്ടറെ കെട്ടിയാട്ടെ ഫ്രീ ആയിട്ട് ചികിത്സിക്കാവേ. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഇത് എഡിറ്റ് ചെയ്താൽ ഓക്കേ. അപ്പൊ പാട്ടുകാരനെയാണ് വേണ്ടത്. എന്റെ ഫീൽഡ് മതി. കാരണം അവളുടെ അപ്പായ അമ്മായി അവള് കണ്ടോണ്ടിരിക്കല, വഴക്കൊന്നും കൂടാതെ. ഞങ്ങള് 26 വർഷമായി, നല്ല ജീവിതം. ലവ്ലി കപ്പിൾസ് അല്ലേ? സച്ച് ലവ്ലി കപ്പിൾസ്. സത്യം പറയൂ, സത്യം. ആരാ റൊമാൻറ്റിക്? ആരുമില്ല. ഇല്ലേ? ചേച്ചി റൊമാൻറ്റിക് ആകാൻ സാധ്യത ഉണ്ടല്ലോ. ആര്? അല്ല, അത് ഇവക്കറിയില്ലല്ലോ. അത് ശരിയാണല്ലോ. എനിക്ക് കാണാൻ വേണ്ട. ശിവാംഗിക്ക് റൊമാൻസ് ഒക്കെ ഉണ്ടോ? ലൈക് അയ്യോ, ഞാൻ ഒരു ഹോപ്പ്ലെസ് റൊമാൻറ്റിക്കാ. എന്നുവെച്ചാ ഓപ്ലസാ? ഹോപ്പ്ലെസ് അല്ല, ഹോപ്പ്ലെസ്. ഓപ്ലസ്? അയ്യോ അല്ല. ഞാൻ കേട്ടിട്ടില്ല. ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ഏതാണ്ട് ഞാൻ ഇവിടുന്ന് കേൾക്കുന്ന ഓപ്ലസ്. അതെന്താ? അതൊരു കെട്ട വിഷയമല്ല. അല്ല, പക്ഷെ ശിവാംഗിയുടെ ഈ ലൈക് കട്ട്സും ഇതൊക്കെ കാണുമ്പം നോട്ടം ഇങ്ങനെ റീൽസിലൊക്കെ കാണുമ്പോഴത്തേനും നല്ല ഭംഗിയുണ്ട്. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ലുക്കും ചിരിയൊക്കെ ആണല്ലോ തരുന്നത്. അതാണ് ഞാനും പറഞ്ഞത് ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഹോപ്പ്ലെസ് റൊമാൻറ്റിക്. ഞാൻ വെരി റൊമാൻറ്റിക് പേഴ്സൺ. ഒരു രക്ഷയില്ലാത്ത ഹോപ്പ്ലെസ് ഇംഗ്ലീഷ് തെറ്റിപ്പോയി. അയ്യോ അല്ല അല്ല, അതാണ് അതിന്റെ പറയാൻ പറ്റിയാണോ? വിളിച്ചില്ല, അപ്പൊ ഭയങ്കര റൊമാൻറ്റിക് പേഴ്സൺ ആണ്. സോറി, കുറച്ച് വീക്ക് ആയിരിക്കും. വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് ക്യാമറ. അതെ, ഒരു ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ. നമ്മുടെ മുകളിൽ ഒരാളുണ്ട്. അപ്പം എന്തായാലും പപ്പയുടെ മമ്മിയുടെ ഒക്കെ കുറച്ച് റൊമാൻസ് കിട്ടി കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനേക്കാളും റൊമാൻറ്റിക് ആക്ച്വലി. ഞങ്ങളുടെ റൊമാൻസ് നിനക്ക് എങ്ങനെ അറിയാം? ശരിയാ, നിങ്ങളെ വെച്ചോ. പക്ഷെ നിങ്ങളുടെ റൊമാൻസ് എനിക്ക് വേണം. അത് ഏത് സ്റ്റേജിലാണ്? ഓ, എനിക്ക് ഇത്ര റൊമാൻറ്റിക് പേഴ്സൺ ആണോ ഞാനെന്ന് തോന്നി. 19 വയസ്സ് തൊട്ട്. 19 വയസ്സ് തൊട്ട് ഒന്നും അറിയാത്ത മാതിരി എന്തൊക്കെയോ വിചാരിച്ചു. എന്തിനാ അഭിനയിക്കണേ? ഉള്ള കാര്യം നമുക്ക്. അമ്മ കണ്ടിട്ടുണ്ടാവില്ലല്ലോ റൊമാൻസ്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റൊമാൻറ്റിക്കാ. റൊമാൻറ്റിക് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ അത് വന്ന്
എന്താ പറയണ്ട, അത് പാർട്ട്ണർ ആയിരിക്കുന്ന വെച്ചാല് ഈവൻ വിത്ത് ഫ്രണ്ട്സ് ഞാൻ ഒരുമാതിരി എനിക്ക് അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ ഒരു ഫ്രണ്ട്സ് ആയാലും ശിവാംഗിയുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് എങ്ങനെയാണ്? ഇപ്പൊ അമ്മേനെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണെങ്കിൽ എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യുന്നത്? അമ്മേനെ ഇഷ്ടാവുന്ന അയ്യോ ഇഷ്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബേബി അമ്മയുടെ അടുത്ത് പാട്ട് പഠിച്ചാൽ അമ്മ അത് ഇഷ്ടപ്പെടും. അങ്ങനെയൊക്കെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കോ, ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് പ്രത്യേക ഇഷ്ടമുണ്ട്, എങ്ങനെയാണ് ശിവാംഗി എക്സ്പ്രസ് ചെയ്യുന്നത്? ഞാൻ അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കും. എവിടെയെങ്കിലും വെളിനാട്ടിൽ പോയാൽ ഞാൻ അവിടെ അവർക്ക് വാങ്ങിട്ട് വരും. ഇപ്പോഴും വെളിനാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ഇത് സിയാക്ക്, ഇത് മാനസിക്ക്, ഇത് പ്രിയങ്കയ്ക്ക്, ഇത് ഇത് രക്ഷിതാക്ക്. മാനസി എന്ന് പറഞ്ഞുകൊണ്ട് രാക്ഷസനായി പോയതാ രക്ഷിതാക്ക്. അവർക്ക് ഇവർക്കെന്ന് പറഞ്ഞ് കൊറേ ഒരു പെട്ടി മുഴുവൻ അതായിരിക്കും. ഇവളുടെ അനിയനുണ്ടല്ലോ, ഞാൻ പറഞ്ഞു അനിയൻ എന്തേലും മോൻ വിനായക കേട്ടോ, അവന്റെ കാര്യം ദൈവമേ ഒരിടത്തും അവന് വേണ്ടി എന്തെങ്കിലും മേടിക്കൂന്ന് പറഞ്ഞാൽ ആദ്യം അവർക്ക് വേണ്ടി മേടിക്കും. എന്റെ ബ്രദറിന് വാങ്ങിക്കും. അവൻ വന്ന് ഇങ്ങനെ ഈ മെജീഷ്യന്റെ തൊപ്പി, ഷൂസ് ഇങ്ങനെയൊക്കെ വാങ്ങിട്ട് വരാൻ പറയും. അത് വന്ന് കിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ വേറെ വികാരമുള്ള ഐറ്റങ്ങളാ വാങ്ങിട്ട്. വികാരമുള്ള ഐറ്റം എന്താ? വികാരം എന്താ? നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് അപ്പൊ അങ്ങനത്തെ ഐറ്റല്ല, ഇൻട്രസ്റ്റിംഗ് ഒരു മിനിറ്റ്. വികാരം എന്നാ ഇപ്പൊ ഒരു ഫുഡിനെ കണ്ട ഒരു വികാരം എന്ന് പറയുന്നത് അത് കറക്റ്റാ. ശരിയില്ല, ഇല്ല ഞാൻ ശരിയാ, ഇവരാരും ശരിയല്ല. ഇപ്പൊ ഈ എന്തായിരുന്നു ബാൻഡ് ഒക്കെ ഇല്ലേ ശിവാംഗിക്ക്? തീപ്പെട്ടി എന്ന് പറഞ്ഞ ബാൻഡ്. തീപ്പെട്ടിയാ? അത് 6 വർഷം അതൊന്ന് എന്നാന്നറിയോ, ഒരു കോമ്പറ്റീഷന് ഒരു പേര് വെച്ചിട്ട് പോകും. ഒരു പ്രാവശ്യം വന്ന് തീപ്പെട്ടി, ഇന്നൊരു പ്രാവശ്യം വന്ന് വേറെതോ ചുമ്മാ വെച്ചേക്കുന്നതാണോ? ഐ തിങ്ക് ശിവാംഗിയുടെ ബാൻഡിന്റെ നെയിം ആയിരിക്കും. അപ്പൊ ഈ കോൺസേർട്ടിനൊക്കെ പോകുമ്പോ തന്നെ എങ്ങനെയാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ? അമ്മയുടെ അച്ഛന്റെ ഒക്കെ ടിപ്സ് ഒക്കെ ചോദിക്കോ? അത് എങ്ങനെയാ? ഇല്ല, ഞാൻ വന്ന് മോളിൽ ഒരു റൂം ഉണ്ട്, അവിടെ ഇരുന്ന് ഞാൻ പാടി നോക്കും. നോക്കിയിട്ട് ചിലത് അപ്പൊ ആരെല്ലാം പാടുകയാണെങ്കിൽ അമ്മയുടെ അടുത്ത് ചോദിക്കും. മിച്ചതെല്ലാം വന്ന് വേറെ ആരൊക്കെ പാടിയിട്ടുണ്ടെന്ന് അത് കേൾക്കും. ഓക്കെ, അങ്ങനെയാണ്. ഇപ്പൊ കേട്ടിട്ട് ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് ആ ടോൺ മാച്ച് ആവണ്ടോ നോക്കിയിട്ട് എന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അമ്മ ഇങ്ങനെ മിസ്റ്റേക്സുകളൊക്കെ കണ്ടുപിടിച്ചു തരും, ഇത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പിച്ച് കുറയ്ക്കുക അല്ലെങ്കിൽ പിച്ച് കൂട്ടുക അങ്ങനെയൊക്കെ പറഞ്ഞു തരും പപ്പയും മമ്മയൊക്കെ. ഓക്കെ, ഇപ്പൊ ഈ ട്രാവല് പോകുന്നതിന് വേണ്ടി ഇപ്പം ബിന്നി ചേച്ചിയുടെ അടുത്ത് നോക്കുകയാണെങ്കിൽ ചെറുപ്പത്തിലെ ചേട്ടനായിരുന്നു കൊണ്ട് നടന്നിരുന്ന ഓരോ ഷോയ്ക്കൊക്കെ, കെട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഹസ്ബൻഡ് ആണ്. ഇപ്പം ശിവാംഗിക്ക് ഇപ്പൊ അമ്മയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു എബ്രോഡ് ട്രാവലിംഗ് ജേർണി ഒക്കെ എത്രത്തോളം രസമാണ്? ഒന്നാമത് നിങ്ങൾ രണ്ടുപേരും കൂടുമ്പോ തന്നെ ഒരു രസമായിരിക്കുമല്ലോ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അബ്രാഡിൽ പോയാൽ ഒരു ദിവസം കൂടെ പീസ്ഫുൾ ആവേ ഇരുന്നിട്ടല്ലേ, എന്തെങ്കിലും ഒരു സൺഡേ ഇട്ടോണ്ടേയിരിക്കും ഞാൻ അമ്മവും. ഇപ്പൊ റീസെന്റ് ആയിട്ടൊക്കെ ഒന്നും ഒരു ചണ്ട ഇട്ടില്ലല്ലോ. ആ കീ കാർഡ് തുളച്ചു, തുളച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ വൈഫൈ ഇരിക്കുന്നില്ലേ, വൈഫൈ അത് ഈ അമ്മയുടെ ഫോണിന് മാത്രം ഒന്നുമേ. ഇവക്ക് എന്തിന്റെ കേടാന്നറിയാൻ പാടില്ല. അതായത് എന്റെ ഹസ്ബൻഡ് കൃഷ്ണൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്, അമ്മയ്ക്ക് റീചാർജ് ചെയ്ത് കൊടുത്തോണം നീ അപ്പൊ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം 890 രൂപയുള്ളൂ. ഒരു ദിവസമല്ല, 10 ദിവസത്തിന് 1 GB 890 ഫുള്ള്. ഞാൻ കൂടെ തീർക്കില്ല, അമ്മ ഫുള്ള് റീൽസ് കണ്ട് അത് തീർത്തു. ഞാന് വഴി കൂടെ നമ്മള് ഉലകം ചുറ്റാനൊക്കെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പം ആ കാറിലിരിക്കുന്ന നേരമൊക്കെ കാണും. ചിലപ്പോ എനിക്ക് 1.5 ദിവസത്തിൽ തീർന്നു. അതൊന്ന് റീചാർജ് ചെയ്ത് താന്ന് പറഞ്ഞാല് ഇരുന്ന് ചീത്ത വിളിക്കുവാ, ചെയ്തു തരില്ല. അവസാനം ഞാൻ കൃഷ്ണനെ വിളിച്ചു. ഇപ്പൊ കൃഷ്ണൻ പറഞ്ഞു എന്താ അമ്മയ്ക്ക് ചെയ്തു കൊടുക്കും ഇല്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ വൈഫൈ എനിക്കെല്ലാം ഈസിയാ കണക്ട്. അമ്മാന് മാത്രമാണ് വൈഫൈ കണക്ട് ആവൂല, ബ്ലൂടൂത്ത് കണക്ട് ആവൂല, എയർ ഡ്രോപ്പ് കണക്ട് ആവൂല. എന്നിട്ട് ഇതെങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കിത് കിട്ടുന്നേ ഇല്ലല്ലോ, ശിവങ്ങി ഒന്ന് ശരിയാക്കി താന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒച്ചെടുത്തു പറ്റൂലെന്ന്. ഓൾറെഡി ശരിയാക്കി തന്നാ അത് നശിപ്പിച്ചിട്ട് വന്നു. ഞാൻ നേരെ താഴെ ഹോട്ടലിൽ ഇറങ്ങിപ്പോയി. ഈ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് നമുക്കൊട്ടും മനസ്സിലാവില്ല. അവര് ഈ കാർ പാർക്ക് ഇത്രേ പറയുള്ളൂ അവര്. ഐ എം ഹിയർ ഇങ്ങനെ മനസ്സിലാവൂല. US എവിടെയൊക്കെ പോയാലും ലണ്ടനൊക്കെ നമ്മൾ നന്നായിട്ട് മനസ്സിലാവും. എനിക്ക് ഇത് ഇവരുടെ ഇത് മനസ്സിലാവുന്നില്ല. അവിടെ ചെന്ന്
അതിന്റെ കൂടെ വേറെ നാട്ടുകാർ അവിടെ നിൽക്കുന്നത്. അവരുടെ ഒന്നും അവരോട് ഞാൻ 1 മണിക്കൂർ വർത്താനം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ട് വന്നു. അവസാനം നോക്കുമ്പോൾ അവിടെ ഭയങ്കര വോള്യത്തില്, കാരണം ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കാനായിട്ട് കഥകളിയും ഭരതനാട്യവും എല്ലാ മുദ്രയൊക്കെ എടുത്ത്. ഇന്നും എന്തെന്നറിയോ, ഈ വെളിനാട്ടിൽ വന്നിട്ട് ഇവിടെ മലയാളം സംസാരിച്ച കൂടെ പറവല്ല, ആ വെള്ളക്കാരന്റെ അടുത്ത് പോയി മലയാളത്തിൽ സംസാരിക്കും. അറിയാതെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ അറിയാതെ മലയാളം അതും നമ്മളെ ഇതിരിക്കാൻ നല്ല അവിടെ ഇരിക്കുന്ന ആള് കണ്ടാലേ അറിയാം ഫോറിനർന്ന്. അതെ, ഇതൊന്നും എത്രയെന്ന് പറയാം. എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ വേണമെന്ന് ചെയ്യുന്നത്. അതല്ലേ വേണം, ആരെങ്കിലും ഏതെങ്കിലും അങ്ങനെ ചെയ്യും. എല്ലാ നാട്ടിൽ പോയാലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾ എത്ര ദിവസത്തേക്ക് എബ്രോഡ് ട്രിപ്പ് എന്നിട്ട് ഈ ലണ്ടനിലെ ക്യാറ്റർ അമ്മ എവ്വളോ ആச்சுங்க അങ്ങനെ നമ്മള് ഇവിടെ ഞാനിപ്പോ വന്നിട്ട് 25 വർഷം കഴിഞ്ഞു. റെഗുലർ സംസാരിക്കുന്ന ഒരു കാര്യം ഇത്. ഇവിടെ മിക്കവാറും ചിലപ്പം മലയാളം ഇല്ല, അറിയാതെ കേരളത്തിൽ പോയി തമിഴ് സംസാരിക്കും. ഇപ്പൊ ഓട്ടോ പോവാണെങ്കിൽ എവ്വളോ ആച്ചെന്ന് അവരോട് ചോദിക്കും. മനസ്സിലായി. ഇതൊരു അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം. അതെ, വെളിനാട്ടില് നല്ല വെള്ള ടാക്സിയിൽ ഇരുന്നിട്ട് വെള്ളക്കാരാണ് വണ്ടി ഓട്ടുന്നത്, അവരുടെ അടുത്ത് പോയി എവ്വളോ ആച്ചെന്ന്. അത് ഒരു പ്രാവശ്യം UK അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. എന്താണ് ശിവാങ്കി ആയിട്ട് ട്രാവലിന് ഇപ്പൊ കോൺസെർട്ടിന് കൊണ്ടുപോകുമ്പോ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ കേറൂലോ, അപ്പൊ ആസ് എ മദർ എന്ന നിലയിൽ ഭയങ്കര ടെൻഷൻ ആണോ അഭിമാനമാണോ എങ്ങനെയൊക്കെയാ? എല്ലാം ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവള് സ്റ്റേജിലേക്ക് ഇവർ അനൗൺസ് ചെയ്ത് ഇപ്പൊ നമുക്ക് വരുന്നു അതെ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ശിവാങ്കി എന്ന് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഒച്ച വിളിക്കൂല്ലോ. സോ അപ്പൊ അന്നേരം ഭയങ്കര ഫീൽ എന്താ പറയണേ, താങ്ക് ഗോഡ്, ദൈവത്തിനെ വിളിക്കും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു കാര്യമല്ല ഞങ്ങൾ രണ്ടുപേരും. അപ്പൊ എല്ലാവരുടെയും ഇഷ്ടം കാണുമ്പോ പിന്നെ ശിവാങ്കി എന്ന് പറഞ്ഞു ഇവിടുന്ന് ഉറക്കെ വിളിക്കും ആൾക്കാരെല്ലാം. ഓരോന്നൊക്കെ പറയും, അതെന്താന്ന് നമുക്ക് സ്റ്റേജിൽ മനസ്സിലാവുമില്ല. ശിവാങ്കി ഐ ലവ് യു എന്നൊക്കെ ആയിരിക്കും വിളിച്ചു പറയണേ. അപ്പൊ അത് ഓഡിയൻസിനിൽ ഞാനിരിക്കും, അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. ഇപ്പൊ ചേച്ചി തന്നെ പാടിയ പാട്ട് രാരയൊക്കെ പാടുമ്പോഴത്തേനും ആ ഒരു സമയത്ത് ഇപ്പൊ സ്വന്തം മോള് ഇങ്ങനെ പാടുന്നു, ഇത്രയും വലിയ മ്യൂസീഷ്യന്റെ കൂട്ടത്തിൽ പാടുന്നു എന്നൊക്കെ കേൾക്കുമ്പോ ആ ഒരു ഫസ്റ്റ് ടൈം ചേച്ചി പാടിയ ആ ഒരു അത്രയും ഐക്കോണിക് ആയിട്ടുള്ള സോങ് ശിവാങ്കി പാടി കേട്ടപ്പോ എന്താ? ആക്ച്വലി ഞാൻ പോയില്ല ഇതുവരെ. ഞാൻ ഇവള് പാടി ഏപ്രിൽ 26 വിദ്യാസാഗർ അമ്മ ഫസ്റ്റ് ടൈം കേൾക്കാൻ പോണേ. ആണോ? ലണ്ടനിൽ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതെ, അപ്പോഴായിരിക്കും എനിക്ക് ടെൻഷൻ ആവും. അത് കാരണം ഞാൻ പോവില്ല. ഞാൻ കൂടെ ആൾക്കാരെ ഒക്കെ പറഞ്ഞു വിടും, എന്റെ നീസ് എല്ലാരും പോകും, ഞങ്ങൾ രണ്ടും പോകത്തില്ല. ഇല്ല, ഇത് ഇപ്പൊ റീസെന്റ് പോയാലൊന്നും ഉള്ളൊരു ആരാ പാടിയിട്ടില്ല. അപ്പൊ ഞാൻ മിക്കവാറും ചിലപ്പോ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ അപ്പൊ എന്നോട് പാടാൻ പറയാം. അപ്പൊ ഞാനൊരു 4-5 വരി പാടുന്നുള്ളതേ ഉള്ളൂ. ശിവാങ്കി പാടി ഇനി കേൾക്കണം. പക്ഷെ നിറയെ വീഡിയോസ് ഉണ്ടാവും അതിന്റെ എല്ലാം. സോ അത് ഭയങ്കര അതൊരു ഫാമിലി സ്വത്ത് ഞങ്ങളുടെ പറഞ്ഞിട്ടാണ് പാടുന്നത്. 20 വർഷമായി. അതെ, ഏപ്രിൽ 14 20 ഇയേഴ്സ്. ഇന്ന് ശരിയാ, വിഷു ഇന്ന്. 20 വർഷം. പക്ഷെ എന്തൊക്കെ ഐശ്വര്യം കൊണ്ടല്ലേ എന്റെ വരവൊരു വല്ലാത്ത വരവ്. ചേച്ചി 5ാം വയസ്സിലാണ് പാടി തുടങ്ങിയത് പാട്ട്. അങ്ങനത്തെ ശിവാങ്കി എത്രാം വയസ്സിലൊന്ന് മൂളി തുടങ്ങിയതും കാര്യങ്ങളൊക്കെ? ആക്ച്വലി ഇവർ രണ്ടുപേരും ശിവാങ്കിയും വിനായകും എന്റെ അടുത്ത് പഠിച്ചിട്ടേ ഇല്ല. ഞങ്ങളുടെ അടുത്ത് പാട്ടി കൃഷ്ണന്റെ അമ്മയുടെ തൊട്ടടുത്ത് താമസിക്കാനും അമ്മയുടെ അടുത്തേക്ക് ഓടും. കാരണം അവിടെ ഗ്രൂപ്പിൽ ഇവരെ ഫസ്റ്റ്, എന്റെ ഗ്രൂപ്പിൽ നന്നായിട്ട് പറഞ്ഞ പിള്ളേരുണ്ട് വേറെ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഫസ്റ്റ് ആവാൻ പറ്റില്ല. അവിടെ ഇവരാണ് രാജാക്കന്മാരുണ്ട്, അങ്ങോട്ട് പോകും പഠിക്കാനായിട്ട്. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചേ ഇല്ല, ഇവള് ശരിക്കും പറഞ്ഞാൽ ഒരു 8ാം ക്ലാസ് 8ാം ക്ലാസ് ആയപ്പോഴാണ്, 7ാം ക്ലാസ് അല്ല ശിവാങ്കി, അതിനൊക്കെ പാടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും ഇവള് സിംഗർ ആവുന്ന ചോദിച്ചില്ല. ഒരു 8ാം ക്ലാസ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ രാത്രിയിൽ ഒന്ന് ബാത്റൂം പോകാൻ എഴുന്നേൽക്കുമ്പോൾ ഇവിടുന്ന് രാത്രി 2 മണിക്കൊക്കെ പാട്ട് കേൾക്കാം. ആരത് നന്നായിട്ട് നല്ല ശബ്ദത്തിൽ അപ്പോഴാണ് ഞാൻ ഇവളുടെ സൗണ്ട് മാറിക്കൊണ്ട് വരുന്നു. പിന്നെയാണ് മനസ്സിലായത് ഇവള് ശ്രേയാ ഘോഷലിന്റെ ഭയങ്കര ഫാനാണ്. അത് കേട്ട് ശ്രേയാ ഘോഷലിന്റെ പാട്ടുകളാണ് ആദ്യം പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യണത് രാത്രി. ഞാൻ പറഞ്ഞത് എന്തോ നിശാചരി എന്നായിരുന്നു ഞാൻ വിളിച്ചോണ്ടിരുന്നത്. എല്ലാരും ഉറങ്ങിക്കിടക്കുമ്പോ ഇരുന്ന് പാടും, അതൊരു വേറെ സുഖല്ലേ?
രാത്രി ഇങ്ങനെ ഒച്ചത്തിൽ പാട്ട് ഭയങ്കര സൈലന്റ്. എന്റെ അനിയനും അങ്ങനത്തെ ചെറിയൊരു ഭ്രാന്തുണ്ട്. എല്ലാരും ഉറങ്ങുമ്പോഴത്തേനും അവൻ രാത്രി ഗിത്താർ ഇട്ട് മുകളിലിരുന്ന് പാട്ട് പാടും. എന്റെ മോൻ എല്ലാരും ഉറങ്ങി കഴിയുമ്പോ ഡാൻസ്. പൊന്നു മോനെ നീ പാട്ട് പോലോ പൊത്തോന്ന് സൗണ്ട് കേൾക്കണം. എല്ലാം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ രാത്രിയാണ് ഇഷ്ടം. ഈ ശ്രേയാ ഘോഷലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഗലാട്ടയിൽ ഒരു ഇന്റർവ്യൂ എടുത്തപ്പം ശ്രേയാ ഘോഷൽ എന്തൊക്കെയാ പറഞ്ഞത് ശിവാംഗിയെ പറ്റി. കണ്ണ് നിറഞ്ഞ് അത്രയും വലിയൊരു സിംഗർ ശിവാംഗിനെ അത്രയും നോട്ടീസ് ചെയ്തു എന്നുള്ളത് തന്നെ ഭയങ്കര കാര്യമാണ്. ഇപ്പൊ ശ്രേയാ ഘോഷലിന്റെ ഫാനാണ് ശിവാംഗി, പക്ഷെ അത് കേൾക്കുമ്പോൾ ശ്രേയാ ഘോഷലും ശിവാംഗിയുടെ ഒരു ഫാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും കേട്ടപ്പോ അതെന്തായാലും എഡിറ്റഡ് അങ്ങനത്തെ ഒന്നും അല്ല, അത് നാച്ചുറലി ആളുടെ വായിന്ന് തന്നെ വരുന്നതാണ്. അതിങ്ങനെ അടുത്തിരുന്ന് ഇങ്ങനെ കേട്ടപ്പോ എന്താണ് തോന്നിയത്? ഞാൻ എന്ത് തോന്നിന്നാ തിരിച്ച് ടൈം മെഷീൻ ഉണ്ടല്ലേ, പാസ്റ്റി പോയിട്ട് ആ 8ാം ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത ശിവാംഗിയുടെ അടുത്ത് ഞാൻ പോയി പറയും, നീ വന്ന് ഫീൽ ചെയ്യല്ലേ, ഒരു ദിവസം ഇവരെ നിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. അങ്ങനെയാന്ന് എനിക്ക് തോന്നി. ടൈം പാസ് അങ്ങനൊക്കെ ചിന്തിച്ച് ശിവാംഗീനൊക്കെ ഇങ്ങനെ റീൽസിലൊക്കെ ഞാൻ പണ്ട് കണ്ടോണ്ടിരുന്നിട്ട് ഇങ്ങനെ അടുത്തിരുന്നൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ പറ്റുകന്നൊക്കെ നമ്മൾ അന്ന് വിചാരിക്കുന്നില്ലല്ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേനും. ശിവാംഗി ഇപ്പം ശിവാംഗിനെ സംബന്ധിച്ചിടത്തോളം തമിഴിലും ഭയങ്കര ഫാൻസ് ആണ്, മലയാളത്തിലും ഭയങ്കര ഫാൻസ് ആണ്. ഇപ്പൊ ഒരാൾക്ക് ഇപ്പൊ തമിഴ്നാട്ടിലാണ് ആ റിയാലിറ്റി ഷോ ഒക്കെ നടന്നെങ്കിലും കേരള മല്ലൂസിന് ഭയങ്കര ഇഷ്ടമാണ് ശിവാംഗീനെ. ഒന്നാമത്തെ കാര്യം ഒരു റൂട്ട് നമ്മുടെ മലയാളി കുട്ടി എന്നുള്ള ഒരു റൂട്ട് ഉള്ളതുകൊണ്ട്. അതല്ലാതെ ശിവാംഗീനെ അറിയില്ലെങ്കിൽ കൂടി ഇന്റർവ്യൂസ് ഞങ്ങളുടെ എന്താ പറയാ മലയാള ഇൻഡസ്ട്രിയിലെ എന്താ ഇന്റർവ്യൂ രാജകുമാരൻ എന്ന് പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ. അതിന് ധ്യാൻ ചേട്ടനാണ് ഫുൾ എന്താ പറയാ ഇത്രയും എൻജോയ് ചെയ്ത് മലയാളി പ്രേക്ഷകർ മുഴുവനായിട്ട് ഒരു ഇന്റർവ്യൂ കാണുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം മല്ലികമ്മയൊക്കെ ഉണ്ട്. പിന്നീട് ഒരു യങ്സ്റ്റേഴ്സ് ഗാങ്ങിൽ ശിവാംഗിന്റെ എല്ലാ ഇന്റർവ്യൂസും മലയാളത്തിൽ ഹിറ്റാന്നുള്ള കാര്യമാണ് വേറൊരു പ്രത്യേകത. അത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല. ഇച്ചിരിക്ക് എനിക്ക് ഭാഷ അറിയില്ലാത്തോണ്ട് എല്ലാരും എന്നെ തിട്ടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ എല്ലാരും എന്നെ ഇഷ്ടപ്പെട്ടത്. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹാപ്പി വിഷു, വളരെ നന്ദി. കഴിഞ്ഞിട്ടില്ല ഇല്ല ഞാൻ പറയാം, കാരണം ഇപ്പം ഈ ലേറ്റസ്റ്റ് തിട്ടെന്ന് വിചാരിച്ചു. എന്നാ മലയാളികൾക്ക് അവരുടെ ഭാഷ നന്നാ സംസാരിക്കണം. പാട്ടെല്ലാം പാടിയ അവരുടെ പ്രൊണൗൺസിയേഷൻ, ഞാൻ എത്ര പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ട് പാടിയിട്ടുണ്ടെന്ന് അറിയാം. അപ്പൊ ഒന്ന് സംസാരിക്കുന്നതേ ഈ കുട്ടി എന്താ ഇങ്ങനെ അങ്ങനെയെന്ന് പറയും ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കൊണ്ട് തൊടുപുഴയിലെ കൃഷ്ണനെ കൊണ്ട് ഞാൻ ആൾക്കാരെല്ലാം എന്നെ സ്വീകരിച്ചു. ഈ സംസാരാണ് ആൾക്കാർ ഇങ്ങനെ വീഴ്ത്തുന്നത്. നിറയെ പേര് ധ്യാൻ ശ്രീനിവാസന്റെ പെങ്ങളും. അതെ അതാ ഞാൻ പറഞ്ഞത്, ധ്യാൻ ചേട്ടന്റെ ഒരു എതിരാളിയായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതാണ് ശിവാംഗി. മര്യാദയോടെ ഇങ്ങനെ പറയുന്നത് ധ്യാൻ ചേട്ടൻ, അവർ പുള്ളി അദ്ദേഹം അദ്ദേഹം ഒന്ന് സൂപ്പർ. ചേട്ടൻ പറഞ്ഞാ മതി. ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ട്. ധ്യാൻ ചേട്ടൻ, ബേസിൽ ജോസഫ് ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ ഇപ്പൊ എല്ലാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. പണ്ടെല്ലാം മലയാളം വിഷയം അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ എല്ലാരെയും എനിക്കറിയാം. മമിത ബൈജു, നസ്ലിൻ, അനസ്വര, ബേസിൽ ജോസഫ്, ദർശന രാജേന്ദ്രന്, പ്രണവ് മോഹൻലാല്, കല്യാണി പ്രിയദർശന്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മോഹൻലാൽ സാർ, മമ്മൂട്ടി സാറ്, ജയസൂര്യ, എന്ത് ആസിഫ് അലി, അത് കഴിഞ്ഞിട്ട് ദിലീപ് സാറ്, എന്നിട്ട് ഉണ്ണി മുക്കുന്നൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മഞ്ഞുമൽ ബോയ്സ്, ചിദംബരം ഡയറക്ടർ, സുഷിൻ ശ്യാം മ്യൂസിക് ഡയറക്ടർ, വിഷ്ണു വിജയ് മ്യൂസിക് ഡയറക്ടർ, ദീപദേവ് മ്യൂസിക് ഡയറക്ടർ, അത് കഴിഞ്ഞിട്ട് എം ജയചന്ദ്രൻ സാറ്, എനിക്കറിയാം ഞങ്ങൾ സമ്മതിച്ചു. പറയട്ടെ, മാത്യു തോമസ്, ഇപ്പൊ ഗോൾഡൻ ഇത് പ്രേമലൂല് കണ്ണാടിയിട്ട് കൂടെ പെട്ടെന്ന് ഗോൾഡൻ സ്പാരോ കിടക്കുന്നുണ്ട്. പ്രേമലൂല് അഭിനയിച്ചവരുടെ പേരെന്താ? മമിത ബൈജു, നസ്ലിൻ, സംഗീത് പ്രതാപ്, എന്നിട്ട് എന്റെ ഫ്രണ്ട് ശ്യാം ചേട്ടൻ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഡയറക്ടർ വന്ന് ഗിരീഷ് ഏടി,
ഗിരീഷേടിയുടെ ഫസ്റ്റ് പടം എന്താ? എന്തായാലും കുട്ടി ഫസ്റ്റ് പടം അത് ആ 3 പേര് നടിക്കൂലേ, 3 പേര്. അയ്യോ അനുശ്വര രാജൻ, മമിത ബേജു, എന്നിട്ട് വേറെ ഒരാള് 3 പേര് അഭിനയിക്കൂലേ, അതൊന്ന് സൂപ്പർ ശരണ്യ. സൂപ്പർ ശരണ്യ. അതിൽ കൂടെ കൾച്ചറൽസിലെ ഡാൻസ് എല്ലാം കളിക്കൂലേ? അതല്ലേ? അല്ല അല്ല എഡിറ്റ് വേറെ. അയ്യോ എന്തായിരുന്നു പറ. തണ്ണീർമത്തൻ ദിനങ്ങളുണ്ടോ? തണ്ണീർമത്തൻ ദിനങ്ങൾ. അയ്യോ മെയിൻ മാറ്റർ നിവിൻ പോളി. നിവിൻ പോളി അത് വന്ന് തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് തട്ടത്തിൻ മറയത്ത് ബാംഗ്ലൂർ ഡേയ്സ്. ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാന്റെ കൂടെ ബൈക്ക് കയറി പോയി. അല്ല ബൈക്ക് കയറി പോയി കുക്കുത് കോമാളിലെ എപ്പിസോഡ്. ശരി, ഞാൻ കണ്ടിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നിവിൻ പോളി തട്ടത്തിൻ മറയത്ത്. അത് കഴിഞ്ഞിട്ട് ഇത് ബാംഗ്ലൂർ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെന്നൈ വരും. വന്നിട്ട് വിനീത് ശ്രീനിവാസൻ സാറിന്റെ ഡയറക്ഷനിൽ ഒരു പടം, ഒരു വടക്കൻ സെൽഫി. അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇത് പിസ്ത. നേരം എന്നിട്ട് പഴയ പടം തന്നെ നിക്ക്. പഴയ പടം ഒരു മിനിറ്റ്. ശിവാംഗി പടം ഞാൻ കണ്ടില്ല. ശിവാംഗി ഇത് ജയറാം സാർ വന്ന് ഒരു വീട്ടിന്റെ ഡ്രൈവർ ആയിരിക്കും. ഒരു കുട്ടീനെ, ബേബി ഷാമിലിനെ അഭിനയിച്ച് കുട്ടീനെ ഒന്ന് കുട്ടി തുടങ്ങി പോവും. ഗേറ്റ് പൂട്ടണേ എന്താ വാതില് തുറക്കുവോ ചോദിക്കുന്ന സിനിമയല്ലേ? രേഖ മാം കൂടെ അഭിനയിച്ചിരിക്കും. ഒരു മാളൂട്ടി കഴിഞ്ഞിട്ട് വന്നത്. ഞാൻ ഒരു റീൽ വന്നു. അങ്കിൾ ഈ ഗേറ്റ് ഒന്ന് നമുക്ക് പാർക്കാം മുന്തിരി തോപ്പുകൾ, അതല്ലേ? അല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ഡ്രൈവർ അങ്കിൾ. മനസ്സിലായി. ആ പടം. ഓ കുട്ടി എല്ലാം കണ്ടിരിക്കുന്നു. ശിവാംഗി എന്നിട്ട് ചാന്തത്തൊട്ടില്ലേ അത് ആ പാട്. എന്നിട്ട് ഇത് പൃഥ്വിരാജ് സാറ് ഒരു ബോട്ടിൽ കൂടെ പോയി പ്രേമിക്കൂലേ, ബോട്ടിൽ പോയി പാർവതി കാഞ്ചനമാല. അല്ല 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 അനാർക്കിലി. അല്ല 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 ഒരു മുസ്ലിം. എന്നും നിന്റെ മൊയ്തീൻ. എന്നും നിന്റെ. അല്ല ശിവാംഗി അങ്ങനെ ഇത് കണ്ടു കുറുപ്പ്. അതെ, നീ ഇങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ബികോം ഫസ്റ്റ് റാങ്ക് മേടിച്ച. നീ ഇത്രയും അതിൽ എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പൂരിപ്പിക്കുക, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക ബ്രാക്കറ്റില്. നീ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് വേറെ ഒരു പടം ഞാൻ കണ്ടു. കണ്ടിട്ട് എനിക്ക് മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ് ആയി. ഞാൻ കല്യാണമേ കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു ഒരു പടം, ഉള്ളൊഴുക്ക്. ഞാൻ കണ്ടു. എപ്പോ? മനസ്സിൽ ശോകമായിരിക്കുമ്പോ ഞാൻ ആ പടം കണ്ടു. ശോകമായിരിക്കുമ്പോ വേറെ ആ പടം കണ്ട. ആ പടം കണ്ട് എനിക്ക് എന്റെ കല്യാണ ജീവിതം ആലോചിച്ച് ഞാൻ ഛർദിക്കുക വരെ ചെയ്തു. എല്ലാം ഞാൻ ചെയ്തു. സത്യമായിട്ട് എനിക്ക് ഒരുമാതിരി പേടിയായിപ്പോയി. അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്താവും. ആ പടം കണ്ടിട്ടില്ലല്ലോ അല്ലേ? ഞാന് സത്യം പറയാം, ഒരു പടങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി. ഒന്ന് എൻ്റെ ഒരു ടൈറ്റ് ഇതാ, നമ്മള് ഞാനും ഹസ്ബൻഡും നമ്മള് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ അക്കാഡമി പോലെ. അപ്പോൾ ഓരോരോ കൺട്രിയിൽ അതിന്റെ സമയത്ത് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യം ഉണ്ടാവും. അതില്ലെങ്കിൽ ഷൂട്ടിംഗ് കാണും, അതില്ലെങ്കിൽ ട്രാവൽ കാണും, അതില്ലെങ്കിൽ കച്ചേരി കാണും. ഇങ്ങനെ പോയിക്കൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ പോലെ ഇന്റർവ്യൂസ് ഉണ്ട്. എന്നിട്ട് വിനീത് ശ്രീനിവാസൻ കുട്ടി എന്റെ ഫേവറേറ്റ് മൂവി ഓം ശാന്തി ഓശാന. ആ പടം കണ്ടാണ് ഞാൻ പ്രേമിക്കാനെ ഒരു ഹോപ്പ് വന്ന്. ചെറിയ കുട്ടി വലിയ ആള് സ്വന്തം അമ്മ ഇരുത്തി പറഞ്ഞ പ്രേമിക്കാന് അതോ അതിലിരിക്കുന്നത് നസ്രിയ, നിവിൻ പോളി. അതോ ആ റോളർ കോസ്റ്റർ വഴിയായി ഇങ്ങനെ നിവിൻ പോളിയുടെ എൻട്രി വന്ന് ആഹാ അങ്ങനെ ഒരാളെ എന്നെ ചെയ്യുമെന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പ്രേമം പ്രേമം കണ്ടു. പ്രേമം കാണാതെ ഒരു ആ മനുഷ്യനുണ്ടാവും. പ്രേമം എന്നിട്ട് തമിഴ്നാട്ടിലെ ഹിറ്റായ തമിഴ്നാട്ടില് ഞാൻ ഇപ്പൊ സ്കൂൾ പഠിച്ചോണ്ടിരുന്നു. എല്ലാരും ഫെയർവെൽ ബ്ലാക്ക് ഷർട്ട് വേഷ്ടി. അത്ര നാൾ വേഷ്ടി ഇടാത്ത ആൾക്കാര് വേഷ്ടി താടിയില വെച്ച്. ഒരുപാട് പേര് മറ്റൊന്നും തമിഴ് ആൾക്കാര് മലയാളം കാണാറില്ല. മലയാളീസ് തമിഴ് പടം കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് പേര് തമിഴ് ആൾക്കാര് മലയാളം. എന്നിട്ട് ഇവര് സൗബിൻ ജാക്സൺ അല്ലടാ ആ പാട്ട് അമ്പിളി. അത് റീസെന്റ് കണ്ടത് സൗബിന്റെ മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സ് അവര് ഇപ്പൊ ഇതിൽ നടിക്കുന്നുണ്ട്. കൂലില്
കൂലിയില് എനിക്കിതിന്റെ ഞങ്ങളുടെ മലയാളക്കുട്ടി എനിക്ക് പോലീസിന്റെ വരക്കൂടി എല്ലാ പടവും അറിയാം. എമ്പുരാൻ കണ്ടാ? കണ്ടില്ല. ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനല്ല, ടൈം കിട്ടില്ല. എമ്പുരാൻ വരുന്നു, എന്നിട്ട് ഇത് വരുന്നു ജിംഖാന ക്ലബോയ്, എന്നിട്ട് ഈച്ചപ്പടം വരുന്നു ഫ്ലൈ, എനിക്ക് എല്ലാ പ്രേമലു 2 വരുന്നു. അന്ന് മലയാളത്തിൽ ഒരു ആക്ട് ചെയ്തൂടെ? ആക്ട് എന്നെ ആരെങ്കിലും വിളിക്കൂ. ആരുടെ സംസാരിക്കുന്നത് ഇങ്ങനെയാ, പക്ഷെ എന്നെ പഠിപ്പിച്ചു തന്നാ ഞാൻ അഭിനയിക്കും. ആരുടെ അടുത്തുള്ള പേരാണെന്ന് ആഗ്രഹം? എന്തൊരു കളച്ചിരിയൊക്കെ ഉണ്ട്. എന്റെ ഏജ് കാറ്റഗറിയിൽ നസ്ലിനെ ഞാനിപ്പോ ഇന്റർവ്യൂ എടുത്തേ ഉള്ളൂ. എനിക്ക് നസ്ലിൻ ആലപ്പുഴ ജിംഖാനയുടെ നല്ല കൊടുങ്ങല്ലൂർ ഭാഷയും തമിഴ് കലർന്ന മലയാളവും സൂപ്പർ ആയിരിക്കും പടം. അല്ല, ഓഫേഴ്സ് വന്നിട്ടുണ്ടോ ശിവാംഗിക്ക്? ഇപ്പൊ തമിഴിലും ഉണ്ട്, അല്ലാതെ മലയാളത്തിലോ? ഇല്ല, മലയാളത്തിൽ വന്നിട്ടില്ല. മലയാളത്തിൽ എത്ര പേര് വെയിറ്റിംഗാ അഭിനയിക്കാൻ. ഇതില് ഞാൻ കുതർക്ക മലയാളത്തിൽ അല്ലെങ്കിൽ എന്നെ വിളിക്കുക. തമിഴില് പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നല്ലൊരു ഇത് വന്നു. പക്ഷെ ആ നേരം എബ്രോഡ് ട്രാവൽ. അതാണ്, നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ കാണുമെങ്കിൽ ഉണ്ണിമുകുന്ദന്റെ സംസാരിക്കുന്നത് വെച്ച് എന്നെ ജഡ്ജ് ചെയ്യരുത്. അല്ല ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ എന്താ കെട്ടിയിട്ടില്ലല്ലോ, അൺമാരീഡ് ആണല്ലോ. അപ്പൊ ഇങ്ങനെ നാടൻ പെൺകുട്ടീനെയൊക്കെ നോക്കി ഇപ്പൊ കൂടെ ഒരു പ്രഗ്നന്റ് കഥ നിഖില വിമൽ അവരുടെ കൂടെ പടം വന്നില്ലേ? ഗെറ്റ് സെറ്റ് ബേബി. ഗെറ്റ് സെറ്റ് ബേബി. എന്നിട്ട് ഇപ്പൊ ഒരു പാട്ട് വന്നില്ലേ, ബേബി ബേബി ബേബി. അത് ഭയങ്കര ഇത് മലയാളം പടം മൊത്തം. ഓ മൈ ഗോഡ്. നിനക്ക് എങ്ങനെ ഇപ്പൊ മലയാളം ഇത്ര ഒരു സ്നേഹം മലയാളം തെലുങ്ക് എല്ലാം അറിയാം. എന്നാ തെലുങ്കിലെ പുതിയ ഫിലിം പറയും. സംക്രാന്തി വസ്തുനാം. ഇപ്പൊ തെലുഗുല് സംസാരിക്കാൻ അറിയോ? അറിയില്ല. തെലുങ്കിൽ ഏതോന്ന് പറയണം. എനിക്കൊരു തെലുഗു ഫ്രണ്ട് ഉണ്ട്, അവനെ വിളിച്ചു. ഫേവറേറ്റ് ആക്ടർ തെലുങ്കുവിലാരാ? അല്ലു അർജുൻ. പുഷ്പ 2 റിലീസ്. അല്ല, ഞാൻ എന്റെ ടോപ്പിക്കിൽ നിന്ന് തെലുങ്കിലേക്ക് അങ്ങ് പോയി. ഞാൻ ചോദിച്ചത് കംപ്ലീറ്റ്. ഈ ഉണ്ണിമുകുന്ദൻ ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ. ഉണ്ണിമുകുന്ദനോടൊപ്പം ആക്ട് ചെയ്യണമെന്നൊക്കെ, ഉണ്ണിമുകുന്ദന്റെ നാടൻ പെൺകുട്ടി, അധികം ഇങ്ങനെ ഒരുങ്ങാത്ത, നീണ്ട മൂക്ക്, അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞേക്കണേ. ഞാൻ നാടൻ പെൺകുട്ടിയല്ലല്ലോ. അല്ല, നിന്നെ കേട്ടോ പെൺകുട്ടിയാ. അപ്പൊ മനസ്സിൽ എന്തോ ഉണ്ട്. എനിക്ക് ആരുടെ മുകളിൽ അതില്ല. ഹോപ്പ്ലെസ് എന്താ? ഹോപ്പ്ലെസ് അതിന് ഇങ്ങനല്ലല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫാൻസ് ഈ ഉണ്ണിമുകുന്ദനുണ്ട്. ഉണ്ണിമുകുന്ദനാണെങ്കിൽ കിട്ടുന്നുമില്ല. കേട്ട ഈ ക്വാളിറ്റീസ് ഒക്കെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ ശിവാംഗി. ഒരു മിനിറ്റ്, നീണ്ട മുക്കുന്നു ഉണ്ണിയോ മുക്കുന്ന പറഞ്ഞെന്താ? പറഞ്ഞു. അതറിഞ്ഞില്ല കുട്ടി, അറിഞ്ഞില്ലേ? ഞാൻ നീണ്ട മുക്ക്. എത്ര വയസ്സുണ്ട് സാറിന്? സാറിന് എത്ര വയസ്സുണ്ട്? ചേട്ടൻ. എല്ലാരും അവിടെ ചേട്ടനാ വിളിക്കണേ. അവിടെ ചേട്ടൻ അണ്ണാന്ന് വിളിക്കുന്നതല്ല, അവിടെ ചേട്ടൻ. ഉണ്ണി അണ്ണ. ഇവിടെ അണ്ണാന്നോ അണ്ണ, അവിടെ ചേട്ടന്നോ ഭർത്താവിനെ കൂടെ ചേട്ടന്ന് വിളിക്കും. അങ്ങനെ. അത് കുഴപ്പമില്ല. ഞാനൊരു ഇതിലെടുത്തിരിക്കാം. ഞാൻ ഇനി ആരും ചേട്ടയോ ചേച്ചിന്നോ വിളിക്കാൻ പോകും. ഉണ്ണി സാറ്. ഉണ്ണി സാർ. ഉണ്ണി തമ്പിന്ന് വിളിക്കാം. ഉണ്ണി അദ്ദേഹം. ഉണ്ണി അദ്ദേഹം അങ്ങോട്ട് കാണണതേ. അപ്പൊ ഉണ്ണി അദ്ദേഹത്തിന് എത്ര വയസ്സെന്ന് അറിയത്തില്ല. 30+. അപ്പൊ സെറ്റ് ആവില്ലേ? ഇത്ര ഏജ് ഗ്യാപ്പ് നല്ലതല്ലേ? അപ്പൊ ഒരു ബേബീനെ പോലെ കൊണ്ടുപോയി പീഡിയാട്രിക്കിനല്ലേ ഇഷ്ടമല്ലാത്തുള്ളൂ. മെച്ചൂർ ആകുമ്പത്തേനും നമ്മൾ കുറച്ച് ഇമ്മെച്ചൂർ ആയാലും കുഴപ്പമില്ലല്ലോ. ഞാൻ നല്ല യൂത്ത് ആയിരിക്കുമ്പോ അവർക്കെല്ലാം വയസ്സായി പോയില്ലേ? ഇത് കേൾക്കണ ഉണ്ണിമുഖം തരോ? ഇല്ല, എന്റെ പൊന്നു പ്രേക്ഷകരെ, ഈ കുട്ടി എന്തൊക്കെയോ പറയുന്നു. ഞാനിതിന് ഉത്തരവാദിയല്ല. എന്റെ മോളാന്നുള്ള ഒരു ടാഗ് ലൈൻ ഉള്ളു. അതല്ലേ ഫാക്ട്. ആ കാലത്തിലല്ലേ എന്തിനാ ഇത്ര ഏജ് ഗ്യാപ്പ് ഉള്ള ആൾക്കാർ? പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പൊ നിന്റെ അമ്മയെ കണ്ട 50 വയസ്സ് തോന്നും. അപ്പൊ നമ്മ ഏജ് ഉണ്ടെങ്കിലും അത് നമ്മളങ്ങനെ മറച്ചൊക്കെ. അതെ, കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്ക. ഒരു മിനിറ്റ്, ഞാൻ ഏജ് ഒന്ന് വിക്കിപീഡിയയിൽ നോക്കട്ടെ.
കുട്ടി സീരിയസ് ആയിട്ടോ? serious. ഞാനിവിടെ വന്നിട്ട് ഒരു കല്യാണം ഉറപ്പിച്ചോ ചുമ്മാ ഇതല്ലേ ചുമ്മാ. കണ്ടോ ചേച്ചിയുടെ നടക്കാത്ത ആഗ്രഹം ഞാൻ സഹായിച്ചെന്നില്ലേ വിഷു 37. നോ 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 വേണ്ട ഇത് വേണ്ട. കട്ട് ചെയ്ത 37. ഇത് കട്ട് ചെയ്തോ? ബാക്കിയൊക്കെ ഇടും കേട്ടോ, ഇത് മാത്രം കട്ടി അതെ ഓക്കെ നോ പ്രോബ്ലം. അതൊക്കെ തമാശ. അതെ ഈ വയസ്സ് പറഞ്ഞത് മാത്രം. എനിക്ക് ഈ ഉണ്ണി മുകുന്ദൻ അവർകളെ അവർക്ക് ഉണ്ണി മുകുന്ദൻ അവർകളെ ഒന്ന് എനിക്ക് ഒന്ന് പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചുല്ലേ? സയ്യാവേ പഞ്ചാബി ഹൗസാ? ഞാനത് പഞ്ചാബി ഹൗസിലുണ്ട്. മല്ലു സിംഗ് മല്ലു സിംഗ് പാട്ടാറുടെ ലാലേട്ടന്റെ പാട്ട് ഇപ്പൊ പാടി പഞ്ചാബി ഹൗസ് പറഞ്ഞിട്ട് ലാലേട്ടന്റെ പാട്ടു. ഓക്കെ സോനാരെ സോനാരെ ആയിരിക്കും. സോനാരെ അത് പഞ്ചാബി ഹൗസാ. ഓ ശരി. മല്ലു സിംഗിലെ പാട്ട് മല്ലു സിംഗിന് അറിയില്ല. മല്ലു സിംഗ് സമൃദ്ധ സുനിൽ അവരിൽ അഭിനയിച്ചില്ലേ? ഞങ്ങള് 10 വർഷം മുമ്പ് ഞാൻ കൊടുങ്ങല്ലൂരില് സിനിമയില് കണ്ടു, തിയേറ്ററിൽ കണ്ടു. അപ്പൊ തൊട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ തൊട്ട് ഇഷ്ടം. 10 വർഷം മുന്നേ ഒരു ഇഷ്ടം കുട്ടിക്ക് മനസ്സിലുണ്ട്. എന്തുകൊണ്ട് തിരിച്ചറിയാതെ പോയി? അതാ ഞാനിപ്പോ ഈ ഇന്റർവ്യൂക്ക് എന്നെ കാരണം പലതും ഞാനിനി ഇടക്കിടക്ക് വരാം, ഓരോ വർഷം കൂടെ ഞാൻ വരാം. മനസ്സിലുള്ളതെല്ലാം അങ്ങ് ചോർത്തിട്ട് ഞാനങ്ങ് തന്നിട്ട് അങ്ങ് ഇത് കഴിഞ്ഞിട്ടു ഒരാള് വന്ന് ഇന്റർവ്യൂ എടുത്തിട്ട് ഇല്ല. നമ്മളെ ഇപ്പൊ നമ്മളെല്ലാരും കെന്നയും നമ്മുടെ ഒരേ വൈബുള്ള ആളാണെന്ന് മനസ്സിലായി. നമ്മുടെ മനസ്സിലൊന്നുമില്ല. സത്യം, എന്റെ അത്രേ ഉള്ളൂ. അതുകൊണ്ട് പല അബദ്ധങ്ങളും എനിക്കും പറ്റാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അബദ്ധമോ അതെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരം അർത്ഥം വേറെ ആയിരിക്കും, പക്ഷെ ഞാൻ അപ്പൊ വരുന്നത് അങ്ങ് അപ്പൊ പറയും. എന്നോട് പലരും ചോദിക്കും ഇപ്പൊ ഞാൻ പിള്ളേർക്ക് മോനും എല്ലാ കാര്യങ്ങളും അവർ എന്നോട് പറയും. നമ്മളോട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്താലും അച്ഛനോടും അമ്മയോടും പറയാവുന്ന കാര്യങ്ങളെ, നമ്മളോട് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാവുള്ളൂ. അപ്പൊ അവര് പിള്ളേർ രണ്ടുപേരും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവര് എങ്ങനെയാ നമുക്കറിയാം. ഞാൻ പിന്നെ ഒരുപാട് സ്ട്രിക്റ്റോ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും. കാരണം ലോകത്തിന്റെ പല പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പൊ ഒന്നും വേണ്ട, മറ്റേ തായ്ലൻഡില് വന്നു അതിൽ ഓരോരോ ന്യൂസൊക്കെ കണ്ട ഓരോന്ന്. അപ്പം ലോകം എന്ന് പറയുന്നത് നമ്മൾ സീരിയസ് ആയിട്ട് അത്ര എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കും, ഒരുപാട് പേര് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ നെഗറ്റീവ് കമൻസ് എന്തിൻ്റെ ആവശ്യം? എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരുന്ന് കൂടും. മറ്റൊരാളെ ക്രോശിക്കോ ചെയ്യോ എന്തിന്റെ ആവശ്യം? എല്ലാവർക്കും ഒരുപാട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും അല്ലേ? അതെ, സത്യം സത്യം. ഇപ്പൊ ചേച്ചി ഇവിടെയും ഇപ്പൊ തമിഴ് മീഡിയയിലും മലയാളം മീഡിയത്തിലും സജീവമായിട്ട് ചോദിക്കുക, എങ്ങനെ ഇവരുടെ ഈ രണ്ട് മീഡിയസിന്റെ സൈബർ ബുള്ളിങ് എങ്ങനെ വ്യത്യസ്തതാണോ അതോ രണ്ടും ഈക്വൽ ആണോ? എങ്ങനെയാന്ന് നോക്കിക്കാണുന്നത്? എനിക്ക് ടു ബി ഫ്രാങ്ക് വിത്ത് യു, ടച്ച്വുഡ്, ഇവിടെ അങ്ങനെ അത്രയും സൈബർ ബുള്ളിങ് വന്നിട്ടില്ല. ഇല്ല. അങ്ങനെ അവര് ആരെങ്കിലും രണ്ടോ മൂന്നോ പേര്, നേരെ മറിച്ച് അവിടെ എനിക്ക് ഇവിടെ 3 ആണെങ്കിൽ അവിടെ 300 കേരളത്തിൽ അത്രയും ഉണ്ട്. പക്ഷേ 3 ലക്ഷം പേര് ലവും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലവ് മാത്രം നോക്കിയാൽ മതി. ഇത് ഞാൻ തന്നെ 3 പേരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വളരെ മോശമായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ച് നോക്കുമ്പോ അവരെല്ലാം എനിക്ക് അറിയാവുന്ന ആൾക്കാരാണോ? മിക്കവർക്കും ഈ കമന്റ് ഇടുന്ന ഫേക്ക് അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് എവിടെയോ അവരൊരു ലൂപ്പ് ഹോള് വെച്ചിട്ട് പോകും. അതിന് കണ്ടുപിടിക്കുമ്പോ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമകരമായ അയച്ചത് എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ശരിക്കും പരിചയം ഒരു ലേഡി, ഒരു 80 വയസ്സുള്ള ഒരു ലേഡി അതിന്റെ കൂട്ടത്തിലുണ്ട്. അത് എൻ്റെ ഒരു പഴയ സ്റ്റുഡന്റിന്റെ അമ്മയാണ്. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കണ്ടുപിടിച്ചു. നമ്മൾ ചിലപ്പോ ആണുങ്ങളാന്ന് വിചാരിച്ചു പോടാ ഇടന്നൊക്കെ ഇരിക്കും ഇല്ലേ? അവര് മൊത്തം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഓടിയവര്. ഇത് ഭയങ്കര നല്ല കുടുംബത്തിലെ നല്ല ഇത്. ഒന്നുമില്ല, ഞാൻ പാട്ട് നിർത്തി ജസ്റ്റ് അതിന്റെ ഒരു ഇതില് അയച്ചുകൊണ്ടിരുന്ന എല്ലാം. എന്ത് പാട്ട് പാടിയാലും എന്റെ താഴെ അങ്ങനെ ചില ആൾക്കാരുണ്ട് എനിക്ക്. പഠിപ്പിക്കാൻ ചിലപ്പം ഒരുപാട് ചോദിക്കും,
അപ്പോൾ എനിക്ക് സമയം കാണില്ല, എനിക്ക് സ്ലോട്ട്സും ഇല്ല. ഞാൻ 1 to 1 ഓരോ ആൾക്കാരെ എടുക്കുന്നത് ഓൺലൈനിലൊക്കെ. അപ്പോൾ ചിലർക്കത് ദേഷ്യം വരും ഞാൻ പറ്റില്ല എന്ന് പറയണത്. അവരുടനെ പാട്ടിന്റെ അടിയിലൊക്കെ ഒന്ന് മോശമായിട്ട് കമന്റ് ചെയ്യും. അതും കണ്ടുപിടിച്ചു. നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പറയുന്നത്. അതിന്റെ ആവശ്യമില്ല. അതെനിക്ക് തിരക്ക് ആയി. അത് ഞാൻ എല്ലാവരും ചോദിക്കും, അയ്യോ മാഡം ഇത്രയും നമ്മളോട് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം മെസ്സേജ് ചെയ്താലും ഞാൻ അതിനൊരു റിപ്ലൈയും. ഒരു ദിവസം എത്ര മെസ്സേജാണ് വരുന്നതെന്ന് അറിയാം. ഒരു ദിവസവും ഒരു 200 മെസ്സേജ് ഫേസ്ബുക്കിലും വരും, ഇൻസ്റ്റയിലും ഞാൻ പലതും വായിക്കാറുണ്ട്. ക്ലാസ് എടുക്കാനോ അങ്ങനെയൊക്കെ ചോദിച്ച് ചിലർ ഡൗട്ട് ചോദിക്കാറുണ്ട്. എനിക്ക് അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരെ ചോദിക്കും, ഞങ്ങൾ ചുമ്മാ ചോദിച്ചാൽ മാഡം പറയുന്ന എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ അവരൊരു വലിയൊരു പ്രശ്നത്തിൽ നിൽക്കുന്നു, ചിലപ്പം വോയിസ് പരമായിട്ടോ അല്ലെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ രാത്രി 2 മണിക്കൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഞാൻ ആ കാര്യമൊക്കെ നോക്കാറുണ്ട്. പക്ഷേ പിന്നെ മേക്കപ്പിന്റെ കാര്യത്തിലും ഒക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആക്ച്വലി ടി വിയിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ പൊതുവെ ഒരു സൺസ്ക്രീനും ചിലപ്പോൾ ഒരു പൗഡറും ഇടുക, മാക്സിമം ഫൗണ്ടേഷൻ അങ്ങനെ തേക്കാറില്ല. പക്ഷെ മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക്കിന്റെ കളർ ഡാർക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് അയ്യോ പൊട്ടിയിട്ട അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ മെയിൻ ആയിട്ട് ഇവരെല്ലാരും തള്ള എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരുപാട് അതിന്റെ ഒന്നും ആവശ്യമില്ല. തള്ളാന്ന് പറഞ്ഞാൽ എത്ര അത് ചീത്തയായിട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിലും ഇല്ലേ തള്ളമാര് കാരണമല്ലേ നിങ്ങളൊക്കെ ഉണ്ടായത് ഭൂമിയിൽ. അപ്പൊ അതിനെ ഒരു ഇതായിട്ട് അതൊക്കെ നമുക്ക് ഒരു പക്ഷെ അതൊന്നും പിന്നെ മൈൻഡ് ചെയ്യാൻ, കാരണം അത്രയും ഒരുപാട് നല്ല ആൾക്കാർ അവരുടെ മുമ്പിൽ ഇത് എന്തുണ്ട് നമുക്കറിയാവുന്ന. ചിലപ്പം കൊച്ചു പയ്യന്മാരൊക്കെ ആയിരിക്കും ഇരുന്ന് വേലയില്ലാതെ ഈ ജോലിയില്ലാതെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ തന്നെ ഞെട്ടുന്നത്. ചിലപ്പോ ഭയങ്കര വയസ്സായ ആൾക്കാര്, അമ്മാവന്മാര് ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സാരമില്ല, അവർക്ക് വീട്ടിൽ പൊഴുതു പോകാൻ എന്തൊക്കെയോ ചീത്ത വിളിക്കണം, പോട്ടെ. പക്ഷെ ഇതുവരെ തമിഴിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കൃഷ്ണകുമാർ സാറിനെയും ചേച്ചിനെയും വെട്ടിക്കാനായിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ കച്ചേരി ടുഗദർ ആയിട്ട് നടത്തുന്ന ഒരു കപ്പിൾസ് നിങ്ങൾ രണ്ടുപേരുടെ. എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റേജുകൾ അല്ലേ, എണ്ണം എന്ന് പറയാനേ ഇല്ല, അത്രയും സ്റ്റേജുകളിൽ നിങ്ങൾ കച്ചേരി പ്രോഗ്രാംസ് നടത്തുന്നതാണ്. അപ്പൊ ആ ഒരു എനിക്ക് തോന്നുന്നു കച്ചേരി എന്ന് വെച്ചപ്പോ മറ്റു സോങ്ങിനെ പോലെ അല്ല, ഇപ്പൊ മാം തന്നെ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാരണം ദൈവഗീതങ്ങളാണ് കച്ചേരിയിലൂടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പ്രാക്ടീസിങ് ഒക്കെ എങ്ങനെയാണ് ഒരുമിച്ചുള്ളത്? സത്യം പറഞ്ഞ പ്രാക്ടീസ് അങ്ങനെ വലുതായിട്ട് നടക്കുന്നില്ല. ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് കപ്പിൾ കച്ചേരി ചെയ്യുമ്പോഴാണ്. കാരണം 2 വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ്, 2 അച്ഛനമ്മമാരുടെ മക്കളാണ്, 2 സ്വഭാവമാണ്. ഈ സ്വഭാവങ്ങളും എല്ലാം ഇതിനെയും ഒന്ന് ചേർത്ത് വേണം പോവാനായിട്ട്. ഇപ്പൊ ഞാൻ ഭയങ്കര എന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചിരിച്ചും കളിച്ചും ജോലി ചെയ്യാൻ അത്ര ഇഷ്ടമുള്ള ഒരാളാണ്. പുള്ളി ഭയങ്കര കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം സ്റ്റേജിലും ആ 2 എണ്ണവും ഒത്തുചേർന്ന്. പിന്നെ ശ്രുതി എന്ന് പറയുന്നത് ആണുങ്ങളുടെ ഹൈ ആണ്, നമ്മളുടെ ഇതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന്റെ ശ്രുതിയിലാണ്, ഹൈ ശ്രുതിയിലാണ് പാടുന്നത്. പാഠാന്തരങ്ങൾ തന്നെ ഒരു പാട്ട്, ഒരു കീർത്തനം തന്നെ 2 രീതിയിലുള്ള ലേണിംഗ് ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അടുത്ത് നിന്ന് കൊച്ചിലെ പഠിച്ചത്. ഇതിനെ ഒന്നാക്കണം. പ്രാക്ടീസ് ഒരുപാട് വേണ്ട കാര്യമാണ്. അതേസമയം 2 സിസ്റ്റേഴ്സും 2 ബ്രദേഴ്സും ആണ് ഒരമ്മയുടെ മക്കളാ. അത്രയും കുഴപ്പമില്ല. അതൊക്കെ വലിയ ആണ്. എന്നാലും ഞങ്ങൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങില് അങ്ങ് ഈ അച്ഛന്റെ അമ്മയുടെ ഏത് ക്വാളിറ്റിയാ ശിവാംഗിക്ക് കിട്ടിയേക്കുന്നത് ഏറ്റവും അധികം? അപ്പാടെ ആ റിസർവ്ഡ് സൈലന്റ് അത് എനിക്കും കിട്ടിയിട്ടുണ്ട്, അമ്മയുടെ ഈ ചറപറയും കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും കൂടെ കളിച്ചപ്പോ അല്ലെ ഒരു അടിപൊളി ശിവാംഗി ആയിട്ട് ഇപ്പൊ രണ്ടും സൈലന്റ് ആയിരിക്കും, സംസാരിച്ചോണ്ടേയിരിക്കും. ഡിപ്പെൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കുറെ നേരം സംസാരിക്കില്ല, അതുകൊണ്ട് സൈലന്റ് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കും. പോകണ്ടത്. ഇപ്പൊ ഈ മലയാളത്തിൽ ഒരുപാട് ആക്ടേഴ്സിന്റെയും ആക്ട്രസസിന്റെ ഒക്കെ പേര് പറഞ്ഞു. ഈ തമിഴ്നാട്ടിൽ ഇപ്പൊ ശിവാംഗി എല്ലാ ആക്ടേഴ്സിനും അറിയാം. എനിക്ക് തോന്നുന്നു വിജയ് സാറിന് വരെ മിക്കവാറും ശിവാംഗിനൊക്കെ അറിയാനും ഒക്കെ സാധ്യതയുണ്ട്. വിജയ് സാറിനോട് ഞാൻ ഫോട്ടോ എടുത്തു, ആ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇനി കാണാത്ത ഏത് ആക്ടേഴ്സ്? രജനി സാർ. അയ്യോ, ഇനി രജനി സാറിനെ കാണണം. രജനി സാറിനെ കണ്ടിട്ടില്ല. ബാക്കി എല്ലാരെയും കണ്ടു. കമൽ സാറിനെ കണ്ടിട്ടില്ല. വേറെ എല്ലാരെയും കണ്ടു. പണ്ട് ഇവരെ ഞാന് ഒരു അവാർഡ് ഫംഗ്ഷൻ പോകുമ്പോ കമൽ സാർ ഇങ്ങനെ പോയി, അതും ദൂരം മാറി. ഗുരുജി മരിച്ചപ്പം അന്ന് കമൽഹാസൻ സാറ് ഗുരുജി ബാലമുരളി സാറിന് ഞങ്ങളുടെ അപ്പം ശിഷ്യനാണല്ലോ. അപ്പൊ അന്ന് വന്ന് കൃഷ്ണന്റെ അടുത്താണ്
എന്താ സംഭവിച്ച എല്ലാം ചോദിച്ചോണ്ടിരുന്നെ. ആ, ഞാൻ രൺബീർ കപൂറിനെ വരെ കണ്ടു. അതെ. രജനി സാറിനെ കാണാൻ പറ്റില്ല. പാട്ട് പാടിയില്ലേ രൺബീർ കപൂറിന്റെ ആ പാട്ട്? പക്ഷേ എന്തൊരു ഭംഗിയാ. അതെ, അതാ രൺബീർ ഇങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുന്നത്. ഭയങ്കര വന്ന ഉടനെ അടിത്തൊണ്ടെന്ന് ഹായ് ശിവാംഗി ഹായ്. ശിവാംഗിനെ അറിയാം. അല്ല അങ്ങനെയല്ല, അന്ന് ഒരു ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ്, സോ അപ്പൊ പറഞ്ഞിട്ടുണ്ടാവും. അഗർത്തും ആ പാട്ടല്ലേ പാടിയ? അഗർത്തും സാത്തും. ഇപ്പൊ ഈ ശിവാംഗിയുടെ വീഡിയോസ് ആയിക്കോട്ടെ, ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, എല്ലാരും ശിവാംഗിനെ പറ്റി ഇങ്ങനെ പൊക്കിയോ എന്ത് നല്ല മകളും എന്നൊക്കെ പറയുമ്പോഴത്തേനും നമ്മുടെ തമിഴ് കസ്റ്റം അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഉഴിഞ്ഞിടല് പരിപാടിയൊക്കെ ഉണ്ട്. അത് എത്ര വട്ടെങ്കിലും ചെയ്തിട്ടുണ്ടാവൂലോ. എത്ര വട്ടം ചെയ്തിട്ടുണ്ട് ശിവാംഗിയുടെ കാര്യത്തില്? ഓരോ പ്രോഗ്രാം കഴിയുമ്പോ ചില നേരം എബ്രോഡിലൊന്നും നമുക്കത് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ എല്ലാം ഭഗവാനെ സമർപ്പിക്കും. പിന്നെ ഞാൻ കരുതുന്നത് നമ്മളിപ്പോൾ ഇന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്നു, എല്ലാം ഈശ്വര സമർപ്പണമാണ്. ദൈവം വിചാരിക്കാതെ അല്ലേ ഒന്നും നടക്കില്ല. അപ്പം ദൈവം ഓരോന്ന്, ഇപ്പം ഞാൻ ഇവള് ഇത്രയും ഫേമസ് ആവുന്നു, ഇത്രയൊരു തമിഴ്നാട് ഇവിടെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണി ആവുന്നു, ചെല്ലമ്മാന്ന് അവള് വിളിക്കുന്നത്, തങ്കം പാപ്പ പാപ്പ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് എല്ലാവരും. അപ്പോൾ അതൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഇതെല്ലാം നടത്തി തരുന്നത് ഒരു ഈശ്വരൻ, ഒരു ദൈവമാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇവളെ പാടിക്കണതും ചെയ്യണതും ഇതെല്ലാം. അപ്പം ദൃഷ്ടി അത് തടുക്കാൻ അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഒരു വിശ്വാസത്തിൽ പോവുകയാണ്. അതുകൊണ്ട് അതൊന്നും വരില്ല എന്നുള്ളൊരു ഇതിൽ. എന്നാലും ചിലത് നമ്മളിപ്പം അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണണമല്ലോ. നമ്മൾ തന്നെ ഇതും ദൈവം തന്നാന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ചില മാനുവലായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചില നേരം ചെയ്യാറുണ്ടത്. അത് സൺഡേ കുമ്പളങ്ങ ആക്കിയില്ല, കുമ്പളങ്ങ വലിയ കുമ്പളങ്ങ, അതിന് നടുക്കൊരു കുഴി ഒഴിച്ചത് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. മറ്റേ പറയാമോ അവരുടെ പേര്? ട്രാൻസ്ജെൻഡേഴ്സ്. നല്ല ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാ അവര്. ഞാൻ അവരെ എവിടെ വഴിക്ക് കണ്ടാലും നിർത്തി അവർക്ക് വേണ്ടത് കൊടുത്ത് അങ്ങനെ ഭയങ്കര, എനിക്ക് അവരിൽ ഭയങ്കര വിശ്വാസമുണ്ട്. അവരിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോ വന്ന് ചെയ്യും. ഇപ്പം ശിവാംഗി ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് റിയാലിറ്റി ഷോയിലൂടെയാണ്. ഇപ്പൊ സൂപ്പർ സിംഗർ റിയാലിറ്റി ഷോ ആണ് ആദ്യം ഒരു സിംഗർ ആയിട്ട് വന്നു, പിന്നെയാണ് കുക്ക് വിത്ത് കോമാളി. എനിക്കൊന്ന് തലവേര മാറ്റിയത് ആ ഒരു റിയാലിറ്റി ഷോയാണ്. പാട്ടുകാരിയായിട്ട് വന്നിട്ട് പിന്നെ ഓൾറൗണ്ടറായി എന്താ എല്ലാം എന്ന് വെച്ചാൽ ഇപ്പൊ കുക്ക് വിത്ത് കോമാളിയാണ്. ഇപ്പൊ സൂപ്പർ സിംഗർ എത്ര പേര് മലയാളീസ് കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ആ കുക്ക് വിത്ത് കോമാളി എന്ന് പറയുമ്പോൾ കമന്റ്സ് നോക്കുമ്പോ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമായിരിക്കും കണ്ടേക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ അടിയിൽ കമന്റ്, നിങ്ങൾ എല്ലാവരും ഈ റിയാലിറ്റി ഷോ കാണുന്നവരാണ്. അത് എനിക്ക് തോന്നുന്നു അന്ന് കൊറോണ നേരം ഇപ്പൊ നമ്മൾ രജനീകാന്ത് സാറിനെ പറഞ്ഞു, അദ്ദേഹവും അത് കാണാറുണ്ടായിരുന്നു. കാരണം ഞാന് ധനുഷ് ഈ കൊറോണ നേരത്തെ എൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട് ഓൺലൈനില്. കറക്റ്റ് നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. അപ്പം അദ്ദേഹത്തിന്റെ മോൻ, ധനുഷിന്റെ മോൻ ലിംഗയും പഠിക്കണ്ടായിരുന്നു. ലിംഗ പാതി നേരം സംസാരം. അപ്പൊ ഞങ്ങള് കണ്ടു, ഭയങ്കര ശിവാംഗിയുടെ ഫാനാ. എനിക്ക് ക്ലാസ്സിന് വന്നിട്ട് മാം അപ്പുറം പാടല, അക്കാവെ കൂടെ ഇവളോട് സംസാരിക്കാം, അക്കാവെ കൂടെ എന്ന് പറഞ്ഞ ഇവളോട് ഭയങ്കര ഫാനാ. അത് എന്ന് വെച്ചാൽ ആ നേരം എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ശിവകാർത്തികേയൻ അദ്ദേഹം ഇതിനൊക്കെ വിളിച്ചത്. എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മലയാളീസും എല്ലാവരും ഇതിങ്ങനെ പോപ്പുലർ ആയപ്പോ അതാ സീസൺ 2 അപ്പം നടന്നു. അതൊരു ഭയങ്കര മാജിക്കൽ ഹിറ്റ് ആയിരുന്നു. എന്തിനാ കന്നഡ ഞാൻ അറിഞ്ഞത്, കന്നഡ CM-ന്റെ വൈഫ് ഇവളെ കാണണമെന്ന് അവര് ഭാഷ അറിയത് എന്തോ എല്ലാവരും കണ്ടോണ്ടിരുന്നു. അത് അത്രയും ഒരു ഹിറ്റായ സംഭവമായിരുന്നു അത്. അതൊരു മാജിക്. അത് ഇനി അത് റീക്രിയേറ്റ് ചെയ്യുന്ന ഇനി അങ്ങനെ ഒരു ഇത് വരാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശിവകാർത്തികൻ സാറിന്റെ ആ ഒരു മൂവിയിൽ ഒരു ക്ലിക്കായ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്താ ഫ്രണ്ടുക്ക് മേലെ അത് ഭയങ്കര റീൽസിലൊക്കെ ഭയങ്കര എല്ലാരും ചെയ്തോണ്ടിരിക്കുന്ന. അപ്പൊ ആ സമയത്ത് ഇത് എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലോ, തപ്പി ആ മൂവി കണ്ടപ്പോഴാണ് ആ മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? കുക്ക് വിത്ത് കോമാളി ശിവാണ്ടാവും, ശിവാനയുടെ ഫാമിലിയും വിജയ് ടിവിയിലെ എല്ലാ ഷോവും കാണും. അപ്പൊ കുക്ക് വിത്ത് കോമാളി കണ്ട് ശിവാണ്ട ഷൂട്ട് ഇരുന്നാലുമേ നെക്സ്റ്റ് ഡേ ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് അത് കാണും. ഡയലോഗ്സ് എല്ലാരും പറയും. അടുത്ത ഷൂട്ടിൽ വരുമ്പോ എന്നമ്മാ ഇത് പണ്ണല്ല അങ്ങനെയൊക്കെ പറയും. സോ അത് വന്ന് അത് ആ ടൈം ഷൂട്ടിംഗ് വരുമ്പോല്ല എന്നമ്മാ അപ്പൊ ഒരു പോയിന്റിൽ എങ്ങനെയായിരുന്നു, കുക്ക് വിത്ത് കോമാളി ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉറക്കമില്ലാതെ അങ്ങനെ കോയമ്പത്തൂർ ട്രാവൽ ചെയ്ത ആ പടം
ஷூட் ചെയ്യായിരുന്നു. അപ്പൊ ഒന്ന് என்ன நடந்துச்சு குக் வித் கோமாளில யார் ஜெயிச்சா யார் எலிமினேட் അങ്ങനെയൊക്കെ ചോദിക്കും. അത്രേ ഇൻട്രസ്റ്റോടെ யார் பேர் இந்த വാട്ടി അങ്ങനെയൊക്കെ ചോദിക്കും. ഈ ശിവാംഗി പറഞ്ഞ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മൂവീസ് വരുന്നുണ്ടെങ്കിലും എല്ലാരും ഈ കുക്ക് വിത്ത് കോമാളി എന്റെ ആ ഒരു അത് ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞ എന്നെ ഇത് ജഡ്ജി അല്ലേ അവ വന്ന് എന്താന്നാ അതൊരു സ്റ്റീരിയോ ടൈപ്പ്. ഓ இந்த பொண்ணு ഈ കുട്ടീനെ ഇത് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല. അതെ. അപ്പൊ ഡിഫറെന്റ് ക്യാരക്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്നൊക്കെ. ഓഫ് കോഴ്സ്. എങ്ങനത്തെ ടൈപ്പ് ക്യാരക്ടർ ചെയ്യാനാ കൂടുതൽ ഇഷ്ടം? എനിക്ക് വന്ന് ഒരു ഡെപ്ത് ഇരിക്കുന്ന ക്യാരക്ടർ വേണം. ഇപ്പൊ നിറയെ പേര് വന്ന് വിളിച്ചത് എങ്ങനെയാ മാം ഒരു ജാലിயான ക്യാരക്ടർ. சரி ஜாலி, அதுக்கப்புறம் അതിന് ഒരു ലെയർ ഇല്ല. സോ ഐ എം വെയിറ്റിംഗ് ഫോർ അങ്ങനെ ഒരു ലെയർ ഉള്ള ക്യാരക്ടർ. ഭയങ്കര ബോൾഡ് ഇമോഷണൽ അങ്ങനത്തെ ബോൾഡ് അങ്ങനെ കൂടെ ഇല്ല, ജോലിയാ ക്യാരക്ടർ ആയിരിക്കട്ടെ. പക്ഷെ അതിന് പുറകിൽ ഒരു എനിക്ക് നിറയെ ലേയേഴ്സ് വേണം. സോ അതാണ് ഞാൻ നോക്കുന്നത്, വാല്യൂ ഇരിക്കുന്ന ഒരു റോള്. ഓക്കെ. ഇപ്പോഴേ എല്ലാം തിങ്ക് ചെയ്ത് ഈ ആക്ടർ അല്ലെങ്കിൽ ഇപ്പൊ ഒരു സിംഗർ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഏതാണ്? സിംഗർ. അഭിനയത്തോട് അതിനുശേഷമാണ് ഒരു ഇഷ്ടം വന്നിരിക്കുന്നത് അല്ലേ? ഈ അഭിനയിക്കാൻ ഇങ്ങനെ എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ സോങ് ഒബ്വിയസ്ലി ഇവരുടെ അതുവേ എനിക്ക് ഇപ്പൊ കൂടെ ഒന്ന് ചെറിയ വയസ്സിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിച്ച എങ്ങനെ ഉണ്ടാവുന്ന. അത് നമ്മളെല്ലാരും ആലോചിക്കൂലോ, ഞാൻ എന്തോരം ആലോചിച്ചിരിക്കുന്നു. പക്ഷെ കറക്റ്റ് അതുപോലെ നടന്നു. അതെ. ബട്ട് ദെൻ ഞാൻ കറക്റ്റ് സിനിമയിൽ അഭിനയിക്കുമ്പോ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല ആക്ച്വലി. എനിക്ക് ആ ക്രാഫ്റ്റ് ഞാൻ ഇപ്പൊ ഒരു സിംഗിങ് അമ്മ അപ്പ വീട്ടിലെ സിംഗേഴ്സ് ആയതുകൊണ്ട് ആ ഫീൽഡ് എനിക്ക് എക്സ്പോഷർ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്ടിങ് വരുമ്പോ ആരുമേ എന്റെ ഫാമിലിയിൽ ആക്ടേഴ്സ് ഇല്ല. ആൻഡ് ആ ഫീൽഡിൽ നിന്ന് നോക്കുമ്പോ എക്സ്പോഷർ എനിക്ക് ഇല്ല. സോ അതെങ്ങനെ പെർസീവ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അറിയാം. പഠിക്കാൻ ശ്രമിച്ചു. പഠിച്ചോ? ആക്ടിങ് എങ്ങനെ? ആക്ടിങ് സ്കൂളിൽ പോയി പഠിച്ചു. ആഹാ. ഏത് സ്കൂളിലാണ് പോയി പഠിച്ചേ? ഒരു മാം ഉണ്ട്, കലൈറാണി മാം എന്ന് പറഞ്ഞ്. ഇവിടെ കുറെ ആക്ടേഴ്സിന് ട്രെയിൻ ചെയ്ത്. ഇപ്പൊ ലബ്ബർ പന്ത് എന്ന് പറഞ്ഞ് അതിലെ ഹീറോയിൻ സഞ്ജന എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആ സഞ്ജന വന്ന് ഞങ്ങളെല്ലാം ഒരേ കോളേജ്. ആ സഞ്ജന വന്ന് ഷീ വാസ് ഇൻടു ആക്ടിങ് അപ്പോഴേ കോളേജിലെ. അപ്പൊ അവ കോളേജ് കഴിഞ്ഞിട്ട് ആക്ടിങ് കോഴ്സിന് പോകും. யாரு சொல்லி கொடுத்தாங்க അങ്ങനെയെന്ന്. അപ്പൊ ഇത് மாதிரி കലൈറാണി മാം പറഞ്ഞു ഇവിടെ നിറയെ റോൾസ് റീസെന്റ്ലി കങ്കുവാലെല്ലാം കൂടെ അഭിനയിച്ചിട്ടുണ്ട്. സോ ആ മാം വന്ന് ഒരു ആക്ടിങ് ടീച്ചർ. സോ മാമിന്റെ അടുത്ത് ഞാൻ പഠിക്കാൻ പോയി. ഇപ്പൊ എന്നിട്ടാ പഠിക്കാൻ പോയി. ഞാൻ നോക്കുമ്പോ മാമിന്റെ എളി കയറിയിരിക്കുന്നു. മാമ ഇങ്ങനെ എടുത്തോണ്ട് വെക്കണം. ഒരു കുഞ്ഞു മാമാ, കുട്ടി മാമ എടുത്തോണ്ടിരിക്കുന്നു. മാമിന് ഒരു 65 വയസ്സുണ്ട്. പക്ഷെ ആ എനർജി എനിക്കൂടെ ഇല്ല. ഈ എല്ലാരും പൊക്കി വെക്കുന്നതും കുതിച്ചു ഭയങ്കര എനർജി. സോ ആ മാമിന്റെ അടുത്ത് ആ സഞ്ജന എന്ന് പറഞ്ഞ കുട്ടി ആ മാമിന്റെ അടുത്താ ട്രെയിൻ ചെയ്തേ. ലബ്ബർ പന്തിൽ ഇപ്പൊ കൊറേ അവാർഡെല്ലാം വാങ്ങി. സോ ആ മാമാണ് ട്രെയിൻ ചെയ്തത്. ആ പാട്ട് ഇപ്പൊ 60 മില്യൺ വ്യൂസ്. സോ പാടിയത് ആ പാട്ട് 60 മില്യൺ വ്യൂസ് പാട്ട് പാടിയാലോ? അതില് സ്മോൾ ഷാൻ റാൾഡൻ സാറിന്റെ ഒരു ഷാൻ റാൾഡൻ സാർ ഞാൻ തന്നെ പല്ലവിന്ന് പാട്. உன்னை சுத்தி என்ன சுழலுது, உள்ளுக்குள்ள சொந்த புத்தி என்ன மறக்குது, மனசரங்கி எப்போ வர ஏக்கம் எகுறுது, கட்டி வச்ச கோட்டையெல்லாம் பூட்டி கிடக்குது, என்னோட இருக்கிற எனக்கு நீ இருக்கியா, பக்கத்துல நடக்கிற பாசமா இருக்கியா, ஏன் சொல்லாத பொல்லப்ப காட்ட நினைச்ச, நீ சொல்லாத நீ சத்த வாங்க தவிச்ச, நான் தேக்கி வச்ச தேவையெல்லாம் உனக்கு புரியல, அது கோத்து சொல்ல வார்த்தை ஏதோ எனக்கு தெரியல, சில்லாஞ்சிருக்கி என்னக்குள்ள இருக்கி, சில்லாஞ்சிருக்கி நெஞ்சுக்குள்ள இருக்கி, சில்லாஞ்சிருக்கி என்னக்குள்ள இருக்கி, ചില്ലാഞ്ചിരിക്കേ നെഞ്ചുക്കുള്ളരെ ഇരിക്കേ. ഈ ശിവാംഗി സംസാരിക്കുന്ന വോയിസും പാട്ട് പാടുമ്പോഴും ഭയങ്കര ആക്ച്വലി എന്താന്ന് വെച്ചാ ഞാൻ പറയാതെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. സെയിം വോയിസ് ആണ്, പക്ഷെ അവള് പാടുമ്പോ അതില് 100% ആ ഒരു പെർഫെക്ഷൻ അത് പാടാൻ ശ്രമിക്കുന്ന ഒരാളാണ് അവള്. ഭയങ്കര, അതായത് മലയാളത്തിൽ പറഞ്ഞ നീതി പുലർത്താൻ പാടുമ്പോ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ ശ്രമിക്കുമ്പോഴേ പാതിയിൽ കോട്ട ഒടിഞ്ഞ. അപ്പൊ അത് ഒരു കറക്റ്റ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടണമെന്ന് ശ്രമിക്കുമ്പം ഈ അതിന്റെ ആ ഒരു നമുക്ക് കേൾക്കുമ്പോ അത് ഇഷ്ടപ്പെടും. ആ ഒരു
സോ അതുകൊണ്ട് തോന്നണേ മറ്റേ സാധാരണ വർത്താനം ഇങ്ങനെ സ്പീഡും കൂടെ ആവുമ്പത്തേനും പക്ഷെ പാട്ട് പാടുമ്പം ഇപ്പൊ സ്റ്റേജിലാണേലും ഞാൻ അവളുടെ ഒരു ഫാനാണെന്ന് പറയാം. ഞങ്ങൾ ഇനിയും ലൈവ് കോൺസേർട്ടിനൊക്കെ വരാം. ഇവിടെ വല്ലതും വെക്കോട്ടോ. ഇവിടെ ഉണ്ട് പല പല. കേരളത്തിൽ ചെയ്തിട്ടില്ലല്ലോ. കൗശിക്കിന്റെ ഒപ്പം. കൗശിക്കിന്റെ ഒപ്പം ശരിയാ. അതായിരുന്നല്ലേ കേരളത്തിലെ. പിന്നെ ഒരെണ്ണം മലയാള സിംഗാസിനെ കൂടെ അറിയാം. തുടങ്ങി എന്റെ പൊന്നെ വേണ്ട പറയട്ടെ. അതിന് ആദ്യത്തെ പേര് ആര് പറയണം? ചിത്രമ്മ. കാരണം ചിത്രമ്മ എടുത്തോ. അതെ, ഫോട്ടോ അതെ. ചിത്രമ്മ, യേശുദാസ, സുജാത ആന്റി, ശ്വേത ചേച്ചി, റിമി ടോമി ചേച്ചി, ഇവരൊക്കെ സ്റ്റുഡൻസ് അല്ലേ? ചേച്ചി, വിധു പ്രതാപ്, ഹരിശങ്കർ, തീർന്നു. എനിക്കറിയാം ഒരു മേൽ സിംഗർ കൂടെ ഉണ്ട്. വിജയ് ഇവിടെ കൃഷ്ണന്റെ പഠിക്കാൻ പഠിച്ചു. അപ്പൊ വരുമ്പോഴൊക്കെ അന്ന് കൊച്ചു കുട്ടികളല്ലേ. അല്ല, ഇപ്പൊ ഈ റിമി ടോമി, റിമി ചേച്ചി, ഇപ്പൊ ശ്വേത ചേച്ചി, അവരൊക്കെ സ്റ്റുഡൻസ്. മധുബാലകൃഷ്ണൻ ചേട്ടൻ, മധുബാലകൃഷ്ണൻ അങ്കിൾ, മൃദുല വാര്യർ ചേച്ചി. അല്ല, മധുവിന് എനിക്ക് ഒരേ പ്രായമാണ്, കുഴപ്പമില്ല. മൃദുല വാര്യർ ചേച്ചി. ഓക്കെ. ജോത്സന, ഇത് ഗായത്രി അശോകൻ. ഓക്കെ. നമ്മളെന്താ ചോദിച്ചോണ്ട് അപ്പൊ ഇവരൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ. എങ്ങും പറയാത്ത ഒരു സ്റ്റോറി ഇവരെ പറ്റി പറയാനുണ്ട്. മഞ്ചരി അത് വിടുന്നില്ല. ഇടക്കിടക്ക് ഞങ്ങൾ മഞ്ചരി ചേച്ചി ഞാനിപ്പോ ആലോചിക്കാണല്ലോ. സ്റ്റോറീസ് റിമി ചേച്ചിയൊക്കെ ആയാലും ഇപ്പൊ സ്റ്റുഡന്റ് ആയിരുന്നപ്പോ എന്റെ പൊന്നു മോളെ നിർത്ത്. ഇവിടെ അയ്യോ, വന്നതും കണക്ക് ഇരുന്നതും എല്ലാവർക്കും എങ്ങനെ ഒരേ സ്വഭാവം. നമുക്ക് ഇത് കഴിഞ്ഞിട്ടാകും. സൂര്യനും ചന്ദ്രനും ഒത്തായവനെ നാണം കാത്തുവത്തതാണ് ഒന്നായവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ നമ്മൾ അൻപുക്കും എല്ലാരും ചൊല്ലേ ഒന്നെ നാടൻ അണ്ണൻ തടി നാടൻ പുളമല്ലോ മിനാറ്റി ആഹാർമാദം ആഹാർമാദം. എന്നിട്ട് ഗല 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 ഗലാട്ട 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 ഗലാട്ട. ആ കൊച്ചു എന്നോട് എന്തോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതെന്താന്ന് പോലും മറന്നുപോയി ഞാൻ. ഒന്ന് സമയം കൊടുക്കാം. എല്ലാ ലിസ്റ്റ് ആയില്ലേ? മതി, ഇനി ആലോചിക്കരുത് നീ. മറ്റേ ഇതിനെ ഇനി അയ്യോ നീരജ് മാധവ്, റാപ്പർ നീരജ് മാധവ്. എന്നെ തല്ലേണ്ട ഇത് ഇവരെ രണ്ടുപേരും ജോലിയായിട്ട് വിടാം. ലിസ്റ്റ് എടുക്കാൻ പോയ കൊറേ ലിസ്റ്റ് ഉണ്ടാവും. അപ്പങ്ങളും പാടും കച്ചവടം പൊട്ടിയപ്പോ പോയി. പാട്ടറിയാമോ മലയാളത്തില്? ഇല്ല, ഇത്രയും ഒരു മലയാളം ഫോളോവർ എനിക്കറിയില്ല. നേരെ പാടാ, അങ്ങനെ പറ. നേരെ പാടുകയാണ്, നേരെ പാട്. ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. പേര് പറഞ്ഞ ലിസ്റ്റില് ബിന്നി മാമിന്റെ പേര് പറഞ്ഞില്ല. ബിന്നി മാം, കൃഷ്ണകുമാർ. ഓക്കെ. ഇനി എല്ലാം കഴിഞ്ഞില്ലേ? നമ്മുടെ ലിസ്റ്റ് എല്ലാം കഴിഞ്ഞില്ലേ? ഇനി പറയരുത്, പ്രേമലോ ഒരു പാട്ടുണ്ടല്ലോ. നീ ഉണ്ട്, നിന്റെ ഒരു പ്രേമലും ഉണ്ട്. കുറെ നേരം പ്രേമലോ എന്ന് പറഞ്ഞു ഒരു പാട്ടുണ്ടല്ലോ. പ്രേമലം നമ്മൾ ഒരുമിച്ചാ കാണാൻ പോയേ. കുട്ടിക്കുടിയേ എനിക്ക് അത്ര അറിയുള്ളൂ. മാറിഞ്ഞേ മറ്റേ പ്രേമത്തിലെ പാട്ട് മലരേ നിന്നെ നേരെ പാടാ. മലരേ നിന്നെ സീരിയസ്, ബി സീരിയസ്. ഇപ്പൊ ഞാൻ ചാളിയപ്പോ ഇനിയിപ്പോ വരുന്നില്ല.
ഞാൻ പേടിച്ചേ. അടി അസിംഗപ്പെട്ടോളെ ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞോളാം. ഈ പാട്ടറിയാം. അയ്യോ വെയിറ്റ് ചെയ്യ, ഒരു കുട്ടി കുട്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സമയമില്ല. വെയിറ്റ് ഈ ഒരു പാട്ട് മാത്രം, ഈ ഒരു പാട്ട് മാത്രം. ഞങ്ങൾക്ക് ധാരാളം സമയമുണ്ട്. മോളെ, അയ്യോ മണി 1:20. പോയതേ അറിയില്ലല്ലോ. ഇനിയും ഉണ്ട് കേട്ടോ എന്റെ ഈശ്വര. എന്നാ കുറച്ച് നമുക്കൊന്ന് സ്പീഡപ്പ് ചെയ്യാം. നീ ആലോചന നിർത്ത്. ഇവക്ക് പോകണ്ട 1:30. നിന്റെ ചിരി ഞാൻ കണ്ടെന്ന് ഒരു മിഠായി പോലെ പ്രേമലൂരത്തെ പാട്ടാണോ? നിന്റെ കണ്ടാൽ എന്റെ പേരിൽ ചേർത്ത് വെച്ചല്ലേ. ഇതിന് ഫസ്റ്റ് ലൈൻ വരുന്നില്ല. നന്നായി. ഒരു ജാതി, ഒരു അജാതിക്കാത്തോട്ടം, ഒരു ജാതി നിന്റെ നോട്ടം, നിന്റെ ഉള്ളില് നാന ഒരുണ്ട് കേറ്റം, നിന്നെ കണ്ടാ പ്രയാസം. നിന്നെ കണ്ടാ പ്രയാസം. ഓക്കെ, എന്നാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. മലയാളത്തിന് അറിയാം. അതെ, കൊച്ചിന് മലയാളം അല്ല, കൊച്ചെന്നൊക്കെ. ശിവാംഗിക്ക് മലയാളം അറിയാം. ഇപ്പം ഈ റിമി ചേച്ചി, ശ്വേത ചേച്ചി, ഇവരുടെയൊക്കെ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഒരു സ്റ്റുഡന്റ് ആയിരുന്ന ടൈമില് എന്ത് മെമ്മറിയുള്ള അവർ ചേച്ചിക്ക്? അത് ഫുൾ മെമ്മറി അല്ലേ. അവരെ ഓരോ നേരം അവർക്ക് ക്ലാസ് എടുക്കുന്നതും അവരുടെ കൂടെ ഇപ്പൊ റിമി ഞാനും കൂടെ ടോപ്പ് സിംഗറിൽ ഒരുമിച്ച് അവിടെ ഭയങ്കര. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ ഒരു അബദ്ധം, ലാലേട്ടൻ സീസൺ 4 ലാസ്റ്റ് ഇതിന് വന്നപ്പോഴത്തേക്കും ലാലേട്ടനായിരുന്നല്ലോ ഗസ്റ്റ്. അപ്പൊ ഫുള്ളുണ്ടായിരുന്നു രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പൊ ലാലേട്ടനോട് എല്ലാവരും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ ലാലേട്ടനോട് ഞാൻ പൂവിട്ടിട്ടുണ്ടോ, ലാലേട്ടൻ പൂവിട്ടിട്ടുണ്ടോ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ചാണകമൊക്കെ മെഴുകി അപ്പൊ ഞാൻ അപ്പുറത്തെ ഞാൻ ചാണകം എടുക്കാൻ പോകുന്ന കഥയൊക്കെ ഞാൻ അവിടെ പറഞ്ഞു. ഒരാവശ്യമില്ല. അപ്പൊ പശുവിനാണ് ചാണകം വീഴുന്നില്ല. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ചാണകം എവിടുന്ന വീഴുന്നതൊക്കെ ഞാൻ അത് വീണതും എടുത്തതും ഒക്കെ എനിക്കറിയില്ല. അപ്പൊ റിമി അപ്പൊ റിമി പറഞ്ഞു, ഷോ ഞാനേ ഒരു ഗുരു ഇത്രം പറയാൻ ഇടയ്ക്ക് ഗുരുചേച്ചി ഗുരുചേച്ചി അതുകൊണ്ട് ഞാനും കൂടെ ചോദ്യം ചോദിച്ചു പറയാറില്ല. അത് ഭയങ്കര കൗണ്ടറടി, ഭയങ്കര രസമാണ്. പിന്നെ അതുപോലെ ശ്വേത എൻ്റെ എന്താ പറയണ ആദ്യത്തെ ഒരു 25 വർഷമായി ഇവൾക്ക് 1 വയസ്സാവുന്നതിന് മുമ്പ് ശ്വേത വന്നതാ. ശ്വേത ഓൾമോസ്റ്റ് 10ാം ക്ലാസ്. അപ്പൊ ആലോചിച്ച് നോക്കി എന്തെല്ലാം കഥകൾ, എന്തെല്ലാം കാര്യങ്ങൾ, ഒരുപാട്. ഇപ്പോഴും സ്റ്റിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ, അത് എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് ബ്ലെസ്സിങ്സ് മേടിക്കോ, കർണാട്ടിക് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പ് അത് വന്ന് പാടി കാണിച്ച് അങ്ങനെ. ശ്രേയ ജയദീപൻ, കുറെ പേര് അങ്ങനെ ഒരുപാട്. ഇവിടെയും തമിഴ് പ്ലേബാക്ക് ഫേമസ് ആയിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പം ബിന്നി ചേച്ചി ശിവാംഗി ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. എസ് ഓർ നോ ആണ്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. എസ് അല്ലെങ്കിൽ നോ എന്ന് കാണിച്ചാൽ മതി കേട്ടോ. എന്നാ ഒരാൾക്ക് ഈ കാർഡ്, ഒരാൾക്ക് എന്നാ എന്റെ ബാക്കിൽ നോയും ഉണ്ട്. ഓക്കെ, വീട്ടു ജോലി ചെയ്യാൻ ശിവാംഗി സഹായിക്കാറുണ്ട്. ഓ എന്താ സ്പീഡായിരുന്നു നോയ്ക്കോ. ശിവാംഗി ക്ലീനിങ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടല്ല, പക്ഷെ ചെയ്താ ഇഷ്ടപ്പെട്ട് ചെയ്യും. ചെയ്താ ഇഷ്ടം, ഇറങ്ങാൻ പാട്. ഓക്കെ, മൊബൈൽ അഡീഷനെ കുറിച്ച് പറഞ്ഞ അമ്മ ശിവാംഗിയെ വഴക്ക് പറയാറുണ്ട്. ഞാൻ വഴക്ക് പറയാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? അത് കോമഡി ആയിട്ടുണ്ട്. രണ്ടുപേർക്കും ഓവർ യൂസ് ആണ് ഫോണ്. അതെ, അല്ല എനിക്ക് സമയം ഉള്ളപ്പോഴേ ഞാൻ അയ്യോ അത് ഇവള് എബ്രോഡൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെ എന്ത് ചെയ്യും? അതിനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് നൈറ്റ് 2 മണിക്ക് ഏതോ ഒരു വീട്ടിന്റെ കുത്തുവിളക്കെല്ലാം എടുത്ത് റീൽസ് അയക്കും. എനി കമന്റ്സ്? നോ കമന്റ്സ്. ഓക്കെ, ശിവാംഗിയുടെ ബോയ് ഫ്രണ്ട്സിനെ കണ്ടാൽ അവരുടെ സ്വഭാവം അമ്മ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. പ്രെഡിക്റ്റ് ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആയിട്ട് വരാറുണ്ടോ? ഓക്കെ, നമുക്കും ഉണ്ടല്ലോ അനുഭവം. അതുകൊണ്ട് എല്ലാം പ്രെഡിക്റ്റ്. ശിവാംഗിയുടെ ഫോൺ കോളുകൾ ഒളിഞ്ഞു നിന്ന് അമ്മ കേൾക്കാറുണ്ട്. അതിപ്പോഴും ഉണ്ടോ? ആ കഥയിൽ നിന്ന് വീണിട്ട് വീണ്ടും ഇന്നലെയും കേട്ടു. ഇന്നലെ എന്താ കേട്ടെ?
ശിവാങ്കി ഇത് ഇന്നലെയും കേട്ടുന്ന്. എനിക്കറിയാം കേൾക്കുന്നുണ്ട്, അതുകൊണ്ടാ. അത് മാറ്റി വേറെ ട്രിക്ക് കണ്ടുപിടിച്ചൂടെ? വേറെ ട്രിക്കാ, അതിന് ഞാൻ മൊട്ടമാടിയിൽ പോയാ സംസാരിക്കണം. അല്ല ഈ ഒച്ച കാരണം എന്തായാലും കേക്കൂലേ? കുഴപ്പമില്ല, ഞാനൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ് ശിവാങ്കിക്ക്. വെച്ചോണ്ടിരിക്ക. എത്ര മണിക്ക് എണീക്കാറ്? അത് ഡിപ്പെൻസ്. ഇപ്പൊ നിങ്ങളെല്ലാം വരുന്നു, ഇന്ന് നിങ്ങൾ ഓടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ 8 മണിക്ക് എഴുന്നേറ്റു. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പൊ ആരും ഇല്ലെങ്കിൽ, ആരും വരുന്നില്ല, അങ്ങനെ 10:30 മണി. അപ്പൊ എണീക്കൂല്ലേ? ഓക്കെ. വായി നോക്കുന്ന കാര്യം അമ്മയോട് പറയാറുണ്ട്. ചേച്ചി തെറ്റിദ്ധരിച്ചു പോയേ. ഒന്നും സ്കൂളിലെ കാര്യം എല്ലാം ഒന്ന് പറയാറുണ്ട്. സ്കൂള് ഇപ്പൊ നോക്കാറുണ്ടോ? ഞാനൊരു പെണ്ണല്ലേ? അതെ, അത് ഇത്ര സുന്ദരിയായ സിംഗിൾ അല്ലേ? സിംഗിൾ അല്ലേ? അതെ. ഓക്കെ. ഇടക്കിടക്ക് ഞാൻ ചോദിച്ചു. മല്ലു ബോയ്സിനോട് ഇപ്പൊ ഒരു ആള് ഒരു പ്യുവർ ആയിട്ടുള്ള ലവ് അല്ലെങ്കിൽ പ്രപ്പോസ് തന്നിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കുവോ? ഇല്ല. എന്താ? അൾട്ടിമേറ്റ്ലി എന്റെ മൈൻഡ് ഒന്ന് തമിഴ് മൈൻഡ്. സോ കേരളയുടെ മൈൻഡ് സെറ്റ് ഡിഫറെന്റ്. അവൾക്ക് പക്ഷെ ഒരു മലയാളി ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ചെന്നൈ, നോ പ്രോബ്ലം. ചെന്നൈ ഈ ഊരിനോട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുകൊണ്ട്. അത് ഇവിടെ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കാര്യം ആരും നോക്കി പോകുന്നില്ല. അങ്ങനെ മെന്റലി പീസ്ഫുൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ. അപ്പൊ അവിടെ ഇങ്ങനെ എല്ലാം ഇത് കണ്ട് ഇവൾക്ക് അയ്യോ അവിടെ എല്ലാരും കുറ്റം പറയോ? അങ്ങനെയല്ല, എനിക്ക് അവിടുത്തെ ബോയ്സിന്റെ മൈൻഡ് എനിക്ക് അറിയില്ല. അറിയില്ലാത്തോണ്ടല്ലേ? അറിയില്ല. സോ അതുകൊണ്ട് ഇത്ര വയസ്സായി ഇതിന് അറിഞ്ഞ് പഠിച്ചില്ലേ അവിടെ ഒരുപാട്? ഉണ്ട്. എന്റെ കസിൻസ് എല്ലാം നല്ലവരാ, അതിനൊന്നും എല്ലാരും നല്ലവരായിരിക്കാൻ പറ്റും. ഇടയെ കൂടെ പോയിട്ട് ഞാൻ ഒന്ന് കുടുംബം കേൾക്കുന്നു. കസിൻസ് എല്ലാം നല്ലവരാ, പക്ഷെ എന്റെ കസിൻസ് എല്ലാം പൊന്നായ മനുഷ്യന്മാര്. തനി തങ്കം. അതും ബോയ്സ് എസ്പെഷ്യലി. ഒരു പുച്ഛമില്ല, ഒരു ഇതില്ല, ഒരു ഈഗോ ഇല്ല. അങ്ങനെ. എന്റെ ചേച്ചിമാരുടെ മക്കളെ കുറിച്ച് പറഞ്ഞു. ഓക്കെ. പഴയ കഥകൾ പറഞ്ഞ് അമ്മയെ ബോറടിപ്പിക്കാറുണ്ട്. ഏത് പഴയ കഥ? പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്നും പറയാറില്ല. ഓക്കെ. മകൾ അറിയാതെ മകളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇല്ല, കാരണം പാസ്വേഡ് പറഞ്ഞു തന്നില്ല. ഫുൾ ലോക്കാ. ശിവാങ്കി ഒന്ന് നെട്ട് നോക്ക, എസ് ആണോ നോ ആണ്, പാസ്വേഡ് എങ്ങാനും കണ്ടുപിടിച്ചിട്ടുണ്ടോന്ന്. ശിവാങ്കി പോകുന്ന സ്ഥലങ്ങളെല്ലാം അമ്മ കണ്ടുപിടിക്കാറുണ്ട്. ഇല്ല. ഓക്കെ. അങ്ങനെ ഷേഡിയായിട്ട് ഞാനും ഉണ്ടാവില്ല. ഫ്രീ ആയിട്ട് ചുമ്മാ ഞങ്ങളിങ്ങനെ ഞാനും പറഞ്ഞിട്ടാ പോളൂ എവിടെ പോകുന്നു. ഇപ്പൊ ശിവാങ്കിക്ക് ഒരാൾ ഇഷ്ടമാണെങ്കിൽ അത് ലവ് മാരേജിന് വീട്ടുകാർ സമ്മതിക്കും. അതെന്താ നോക്കിയിട്ട് കാണിച്ച് പറ. അല്ല, നമ്മൾ ഉടനെ കയറി എങ്ങനെ സമ്മതിക്കത്തില്ലല്ലോ. പക്ഷെ അൾട്ടിമേറ്റ്ലി സമ്മതിക്കും. എന്താ കോൺഫിഡൻസ്. ഇപ്പൊ ചേച്ചിയുടെ നേരത്തെ ഇന്റർവ്യൂ, ഓൾഡ് ഇന്റർവ്യൂയില് ചേച്ചിയുടെ പ്രണയ കാര്യങ്ങളും ഇതൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ദൂരദർശനില് ഒരു മ്യൂസിക് കേട്ട് അങ്ങനെയാണ് ഇൻട്രോവേർട്ട് ആയ കൃഷ്ണകുമാർ സാറ് ചേച്ചിനെ തിരിച്ചറിയുന്നത്. അങ്ങനെ നിങ്ങൾ ഇഷ്ടത്തിലേക്ക് ആവുന്നത്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ പ്രണയത്തിലായത്. പക്ഷെ സാറ് നല്ല പേഴ്സണാലിറ്റി, നല്ല ഇതൊക്കെ ആണെങ്കിലും വീട്ടിലെന്തോ പ്രണയിച്ചു എന്ന കാര്യത്തിൽ കുറച്ച് എതിർപ്പൊക്കെ ചേട്ടനും അമ്മയ്ക്കൊക്കെ ഉണ്ടായി. അപ്പൊ അങ്ങനത്തെ ഒരു എതിർപ്പ് ശിവാങ്കിയുടെ കാര്യത്തിലും വരുമോ? ഒരിക്കലും ഇല്ല. ആരെ കൊണ്ടുവരുന്നു? അതാ, അവൾ ആരെ സെലക്ട് ചെയ്യുന്നനുസരിച്ച് നമുക്ക് പറ്റില്ല എന്നൊരാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റില്ല എന്ന് തന്നെ പറയും. കേട്ടോ ശിവാങ്കി? ശിവാങ്കി കേട്ടോ? ഇതെല്ലാം ഒരു 4 വർഷം കഴിഞ്ഞ് നടക്കக்கூடிய മാറ്റർ. അതെ, 4 വർഷം ഉണ്ട്. അവൻ മൂക്കി കൂടെ പല്ലു വരും. പിന്നെ ഞങ്ങൾ അടുത്തൊരു 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും കെട്ടിച്ചുവിടാൻ നോക്കാം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാരും ഇവിടെ കസിൻസ്, എന്റെ നീസസ് എല്ലാരും പെൺകുട്ടികളൊക്കെ ഒരു 28, 29 അതാണ് വയസ്സെന്ന് പറയണേ. എന്താന്നറിയില്ല, കാലം പോയ പോക്കേ. മെന്റലി ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ 21, 22 വയസ്സായിരുന്നു. അതെ, ഇപ്പത്തെ എല്ലാവർക്കും ഫ്രീ. എന്നൊക്കെ കല്യാണായോ? അതെ, കണ്ടില്ലേ? കണ്ടില്ലേ? ചെറുതായിട്ട്. ചെറുതായിട്ടാ? അല്ല, വലുതായിട്ട്. ഭീഷണിപ്പെടുത്തിയേക്കാം. ചെറിയ പ്രായത്തില് കല്യാണം കഴിച്ചാ എന്ത് ചെയ്യാനാ? വീട്ടില് ഫോഴ്സ് ചെയ്തോ? ഞാൻ ഫോഴ്സ് ചെയ്തു.
വീട്ടിൽ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ എന്നെ തന്നെ ഫോഴ്സ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കെന്നെ ശരിക്കും ഞങ്ങളുടെ ഇതേപോലെയാണ് നമ്മുടെ തൊടുപുഴ ഫാമിലിക്ക് കൂട്ടിക്കൊണ്ട് ഞാൻ തൊടുപുഴക്കാരിയാ. അത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാரு. ഞാൻ വെങ്ങല്ലൂരാ. അയ്യോ വെങ്ങല്ലൂരാ ഞങ്ങള്. ഷാപ്പുംപടി. ഗാർഡിയൻ കൺട്രോൾസ്. ഷാപ്പുംപടിയിലെ ഒരു റോഡ് ഗാർഡിയൻ കൺട്രോൾ അവിടെ ഞങ്ങള്. ആണോ? ഒരു മിനിറ്റ്, ഉണ്മയിലെ നിങ്ങൾ അവിടെയാണോ ഇല്ലെങ്കിൽ ഇന്റർവ്യൂ വേണ്ടി വീട് അയ്യോ ഗാർഡിയൻ കൺട്രോൾസിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന വെള്ള വീട്, 2 വെള്ള വീടില്ലേ? ഓ, ഈ വഴി എടുക്കണം. അതിന്റെ ഇറക്കം കഴിഞ്ഞ് ഇറങ്ങി ഇത് ലെഫ്റ്റ്. ആ ഇറങ്ങുമ്പോ 2 വെള്ള വീടില്ലേ? മോളിൽ പോയാ റംലാത്തോടെ കടയുണ്ടാവും. അയ്യോ, നമ്മൾ ഇത്ര അടുത്തായിരുന്നു. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. റംലാത്തയുടെ കടയുടെ ഒരു മിനിറ്റ് ഇടയ്ക്ക് കയറില്ല. റംലാത്തയുടെ കടയുടെ മോളിലത്തെ വീട് നമ്മുടെ, താഴത്തെ വീട് ഈ കുട്ടറെ. ഇതെന്താണ്? താഴത്തെ വീട് എന്റെ അല്ല, താഴത്തെ വീട് എന്റെ അല്ല. ഗാർഡിയൻ കൺട്രോൾസ് കഴിഞ്ഞിട്ട് ആ വഴി റൈറ്റ് എടുത്ത് പോണം, കുറച്ച് അങ്ങ് പോണം. ഇത് ഇറങ്ങി വരുമ്പോ തന്നെ എന്നാലും അയൽപ്പക്കമാണ് മനുഷ്യരെ. ഈ കൊച്ചും ഞങ്ങളുടെ വീടും തൊട്ട അയൽപ്പക്കാര്. ഇത്രയും നേരം ഇവിടെ സംസാരിച്ചിട്ട് ഇപ്പോഴോ തൊടുപുഴക്കാരി. ശരി, അത് ഓക്കെ. വെങ്ങല്ലൂര്, അയ്യോ ഞാനും വെങ്ങല്ലൂര്. ഷാപ്പുംപടി, അയ്യോ ഞാനും ഷാപ്പുംപടി. ഗാർഡിയൻ കൺട്രോൾസ്, അയ്യോ അവിടെ. പിന്നെ റംലാത്ത. അതെ, ഞാൻ വന്നപ്പോ പറയാത്തത് ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ആ ഒരു സർപ്രൈസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ മറന്നുപോയി ആ ഫ്ലോയില് സംസാരിച്ച് തൊടുവിടാന്നൊക്കെ പറയാൻ പറഞ്ഞു. എനിക്ക് വയ്യ. ഭയങ്കര അത്ഭുതമായിട്ടോ. ഞാൻ ട്രിവാൻഡ്രം, കൊച്ചി അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയല്ല. ഞാൻ തൊടുവിടാന്ന് കേൾക്കുമ്പോ എനിക്ക് എന്തോ പിന്നെ ടച്ച് റിവർ. അപ്പൊ കണ്ണൂര്. അതെവിടെ ഉണ്ട്? അത് വേറൊരു വഴിക്ക്, കേരളത്തിന്റെ അങ്ങേയറ്റം. അതെ. പക്ഷെ ഇപ്പൊ കൊച്ചിയിലാ സെറ്റിൽഡ് ആയിരിക്കും. അപ്പൊ കെന്ന ടച്ച് റിവർ, ബിന്നി ടച്ച് റിവർ. അതെ, ടച്ച് റിവർ എന്ന് പറഞ്ഞാൽ തൊടുപുഴ. ഞങ്ങൾ അങ്ങനെ ടച്ച് റിവർക്കാരായിരിക്കും. അല്ലെങ്കിൽ തൊടുപുഴക്കാർക്ക് നല്ല മനസ്സാ. പിന്നെ ഭയങ്കര രസമാണ്. അത് ഇവരോട് പറയുമ്പോ ഇവർക്ക് പുച്ഛാണ്. അല്ല, നല്ല മനസ്സാ. പുച്ഛാണോ നല്ല മനസ്സാ? കൊടുങ്ങൂലൊരു കാര്യം ഇഷ്ടാ. കൊടുങ്ങല്ലൂർ അതവളുടെ പെരിയമ്മയുണ്ട് അവിടെ. വലിയ ഇത് അവിടെ ആ നസ്ലിൻ പ്രേമലോടെ ഭാഷ അവിടെയാ. അവിടെ നേരമായി അപ്പൊ എന്റെ പേര് പറഞ്ഞു. ഞാനത് പിടിക്കട്ടെ. സംസാരിക്കുന്ന ഭാഷ എന്തോന്നത്, അത് സ്ലാങ്. ഇവളുടെ കുറെ കസിൻസ് അങ്ങനെ എന്തുണ്ട്. അതെ, നസ്ലിൻ ഭയങ്കര ഡീസന്റ് ഇൻട്രോവേർട്ടാ. ആര്? നസ്ലിൻ. നീ അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടം ആണോ? അമ്മയ്ക്ക് അപ്പനെ ഇഷ്ടമുള്ള മരി. അയ്യോ ചെറുത്, എന്നെക്കാളും 2 വയസ്സ് ചെറുത്. കുഴപ്പമില്ല. ഇപ്പൊ അതാ ഫാഷൻ. അതെന്തിനാ പറയുന്നേ? കൊണ്ടുവരുന്നേ. എത്ര ഗ്യാപ്പ് വേണം? 2 2 പാടുള്ളൂ. ഏജ് ഡിഫറൻസ് മാക്സിമം 5, മിനിമം 2. നിങ്ങൾ എത്ര ഉണ്ട്? 3. നല്ല 3 ആയാലും കുഴപ്പമില്ലല്ലോ. 2 to 5 ഓക്കെ. അതെന്താ അങ്ങനെ ഒരു ഏജ് സെറ്റ് മൈൻഡിൽ തന്നെ ഇങ്ങനെ പിടിപ്പിച്ചേ? അങ്ങനെയൊന്നും ഇല്ല. എത്ര വയസ്സായാലും. അപ്പൊ 15 വയസ്സ് മൂത്തത് ഞാൻ കേട്ടെ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി വേറെ ഒരു സെഗ്മെന്റ് ഉണ്ട്. ഒരു ബോർഡാണ്. ഇനി എഴുതുന്നത് കഴിഞ്ഞോ? കഴിയാറേ. ഇതിപ്പം പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ട് ചെയ്യണതാണ് മനപ്പുരത്തം. ഇപ്പൊ ശിവാംഗി ഇനി ഒരു പാർട്ട്ണറായിട്ട് വരെ ഞാൻ വീണ്ടും ഈ ഗെയിം ഇറക്കുന്നതായിരിക്കും. അതിന് പകരം ഇപ്പൊ അമ്മയായിട്ട് എത്രത്തോളം അമ്മേനെ അറിയാം, അല്ലെങ്കിൽ ശിവാംഗിക്ക് എത്രത്തോളം അമ്മേനെ അറിയാം, അമ്മയ്ക്ക് ശിവാംഗിനെ എത്രത്തോളം അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മനപ്പുരത്തം റൗണ്ടാണ്. പിന്നെ ബോർഡും ഉണ്ട്, ഡസ്റ്ററും ഉണ്ട്. നോക്കാൻ പാടില്ല കേട്ടോ, എഴുതുകയും ചെയ്യണം. ഓക്കെ. ഈ സാധനം ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മിനി ചേച്ചിയുടെ തന്നെ എഴുതേണ്ടത്. ഈ സാധനം ഇല്ലെങ്കിൽ ചേച്ചിക്ക് ജീവിക്കാൻ പറ്റില്ല. കാണിക്കട്ടെ? കാണിച്ച്. ഒരു മിനിറ്റ്. ഓക്കെ. ഇത് അവിടെ എന്താ? അവളോലെ മൊബൈലിനായിരിക്കും. ഫോൺ ഉണ്ട്.
മിനിറ്റ് ഞാൻ മ്യൂസിക് മീൻ ചെയ്തേ ഇതിലല്ല ക്ലാസ് എല്ലാം എടുക്കുന്നേ. ശരിയാ. ഓക്കെ, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് ഈ കാര്യത്തിനാണ്. ആരോടാ? ശിവാംഗി ചെയ്യുമ്പോ ഏറ്റവും കൂടുതൽ അമ്മ ആംഗ്രി ആവുന്നത് ഈ കാര്യത്തിലാണ് ശിവാംഗിയോട്. 2-3 ഓപ്ഷൻസ് എഴുതിക്കോ, ഏതെങ്കിലും കറക്റ്റ് ആയാലോ. ഉറക്കം, ഫോണ്, മ്യൂസിക് പഠിക്കാൻ വരില്ല, ക്ലീൻലിനെസ്, നോ പ്രാക്ടീസ്. നോ പ്രാക്ടീസ് കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ്. ഉറക്കം കൂടുതലാ ശിവാംഗിക്ക്? ഇല്ല, ചില നേരം രാവിലെ കുറെ വിളിക്കും, എന്നാലും ഈ മ്യൂസിക് പഠിക്കാൻ വരാത്തതാണ് മെയിൻ ഏറ്റവും. ഓക്കെ, കറക്റ്റ്. അമ്മ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി, ലൈക് സ്മൈലീസിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇമോജി വരച്ചോ. കറക്റ്റ്. ഇല്ല കറക്റ്റ് അല്ല, അമ്മ ഈ ഹാർട്ട് വെക്കും. ഹാർട്ട് അത് എന്റെ കുഴപ്പമില്ലല്ലോ, അത് ഇമോജിയിലുള്ളതാ. ഞാൻ ഈ സ്മൈലാ മെയിൻ ആയിട്ട്. ഇമോജി നല്ല സ്മൈലി അമ്മ. ശരി, കുഴപ്പമില്ല, ഓൾമോസ്റ്റ് ഒന്നാണ്. വീട്ടിൽ അമ്മ വെച്ചിരിക്കുന്ന കോമൺ നിയമം, ഒരു കോമൺ റൂള് എല്ലാവർക്കും അമ്മ വീട്ടിൽ വെച്ചിട്ടുണ്ട്, അതെന്താണ്? ക്ലീൻ ആയിരിക്കണം. കുറെ റൂൾ വെച്ചിട്ടുണ്ടോ? ക്ലീൻ ആയിരിക്കണം, ക്ലെൻലിനെസ്, നോ തിങ്സ്, നോ ഗാർബേജ്. കറക്റ്റ്. അത് ഈ വീട് കാണാനുണ്ട്, നല്ല ക്ലീൻ ആയിരിക്കും. താങ്ക് യു. അല്ല, ഞാനിപ്പം മകേശ്വരി വന്നിട്ട് നമുക്ക് ഫുൾ ടൈം ഒരു ഉണ്ടെങ്കിലും ഞാൻ 3-4 പ്രാവശ്യം ഇപ്പൊ വെള്ളയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ഫുൾ ഇതുവരെ ആരും അറിയുന്നില്ല ചെയ്യാറുണ്ട്. വെൽ മെയിൻറ്റെയിൻ ആയിട്ട് പിള്ളേരും അല്ലേ? അതെ, പ്രത്യേകിച്ച് ഇവിടുത്തെ ചെന്നൈയിലെ വെള്ളം എന്ന് പറയണത് ഭയങ്കര ഉപ്പും ഭയങ്കര സോ മുടി, തറ എല്ലാം നമ്മുടെ വൈറ്റ് ആണെങ്കിൽ അതെല്ലാം പിന്നീട് മെറിൻഡയുടെ കളറായിരിക്കും. ഈ കളറായിട്ട് വെള്ളമൊക്കെ അത്ര കുറച്ച് മോശമാണ്. ഓക്കെ, ഷോപ്പിംഗ് ബില്ല് കണ്ടാൽ അറ്റാക്ക് വരുന്നത് ആർക്കാണ്? ഷോപ്പിംഗ് ബില്ല് കണ്ടാൽ അറ്റാക്ക് വരുന്നത് ആർക്കാണ്? നിങ്ങൾ രണ്ടുപേരല്ലേ കേട്ടോ? അല്ല, ഇപ്പൊ ഞാൻ ചെയ്യുന്നതാണോ? മൊത്തത്തില് ഒരു ഷോപ്പിംഗ് ബില്ല്. അല്ല, മൊത്തം ചേച്ചി മാത്രല്ല, എന്റെ ബില്ല് ആർക്കുമില്ല. ആർക്കും അറ്റാക്ക് വരാറില്ല. എനിക്ക് തന്നെ എന്റെ ബില്ല് മാസം ഞാൻ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഇത്രയും സാധനങ്ങൾ ഞാൻ അത്ര വാങ്ങിക്കില്ല. ഡ്രസ് പ്രാന്തിയാ ഞാൻ ബാഗാ. അയ്യോ, ബാഗ് മേടിക്കണേ മറ്റേ കോച്ച്, മറ്റേ മൈക്കിൾ കോഴ്സ്, അതൊക്കെ പോയി. ഞങ്ങൾ ആ രൂപയ്ക്ക് 2 മേടിക്കുമ്പോഴേ അതെ, ഞങ്ങൾ ആ വിലക്ക് 10 വാങ്ങിക്കൊണ്ട് വരും. ഓക്കെ, അമ്മ വീട്ടിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വാക്ക്, വേർഡ്, ഏറ്റവും അധികം വീട്ടിൽ ഉപയോഗിക്കുന്നത്? അതെങ്ങനെ കോമൺ സംസാരം? എപ്പോഴും അമ്മ ഒരു വേർഡ്. ഞാൻ ഇവിടെ വിളിക്കുന്നതാണോ? അല്ല, കോമൺ അമ്മ ചേച്ചി വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡ്. ഇപ്പൊ എന്താ, ഫോർ എക്സാമ്പിൾ എന്താ പറയാ, ഇപ്പൊ ചിലവർക്ക് നോക്കൂ ഇടക്കിടക്ക് ഇങ്ങനെ. ഞാൻ എഴുതി. ശിവാംഗി എഴുതി. എനിക്ക് ഒന്നും എഴുതാനില്ല. ഞാൻ പറയട്ടെ. മഹേശ്വരി ഇവിടത്തെ ചേച്ചി. നിങ്ങൾ ഇവിടെ വന്നപ്പോഴേ സത്യം കേട്ടോ, അവൾ ഇത്ര ഒബ്സർവ് ചെയ്തെന്ന് അറിയില്ല. മകേശ്വരിയാണ് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത്. ഡെയിലി ഒരു ദിവസം പേരാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. നല്ല ആൻസർ. ഓക്കെ, വീട്ടിൽ ഏറ്റവും അധികം ക്രിഞ്ച് ഡയലോഗുകൾ പറയുന്നത് ആരാണ്? അപ്പ പാട്ടേ മനപ്പുറത്തോ ആണോ? സാറിനെ കണ്ടിട്ട് പക്ഷെ അങ്ങനെ തോന്നിയില്ല. എന്നാ ക്രിഞ്ചി. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഇല്ല, ക്രിഞ്ച് ഇൻ ദ സെൻസ് സംബന്ധമേ ഇല്ലാമ ഏതോ ഒരു കഥ ഒന്ന് എടുത്തിട്ട് പറയും, എന്നിട്ട് സംബന്ധമേ ഇല്ലാതെ ഒരു വളിപ്പ്. കേൾക്കാത്ത ഭാഗ്യല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ ഇറക്കി വിടും കേട്ടോ. ഈ അടുത്ത് പറഞ്ഞ ഒരു ക്രിഞ്ച് ഡയലോഗ് എന്തെങ്കിലും? ഓർമ്മയില്ല. നൈസ് എസ്കേപ്പ്. ഓക്കെ, വീട്ടിലെ കറന്റ് ബിൽ കൂടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ആരാണ്? സോളാർ ആണോ? ഓക്കെ, ആ ക്വസ്റ്റ്യൻ ബാൻഡ്. ഓക്കെ, യാത്ര പോകാൻ നേരം സാധനങ്ങൾ മറക്കുന്നത് ആര്? കുടുംബത്തിലെ ആണോ? ഇല്ല, എനിക്ക് അമ്മയ്ക്കുമാ. നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ.
ഞാനല്ല, അമ്മ. അമ്മയാണ് ട്രിപ്പില് അഡാപ്റ്റർ എടുത്തിട്ടൊന്നുമില്ല. ചെറിയ ചെറിയ മെയിൻ ഒന്നും മറക്കില്ല. ആ വിസ, പാസ്പോർട്ട്, അത് പേപ്പർ, ഇതെല്ലാം എങ്ങനെ ഭദ്രമായിട്ട് ഞാൻ കൊണ്ടുവന്നു. നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഓക്കെ, അമ്മയാണ് മറക്കുന്നത്. വീട്ടിലോ? മീന് എല്ലാരും കുറെ മറക്കും. കുറെ മറക്കും. അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി എന്നാണ്? Jan 24th. യെസ്, വിത്ത് ഇയർ. വെരി ഗുഡ്. അന്ന് 2000 ഞാൻ പറഞ്ഞു. അതിന് മുമ്പത്തെ വർഷമായിരുന്നു കല്യാണം. അന്ന് ബിന്നി ചേച്ചിയുടെ ബർത്ത്ഡേയും കൂടെ എങ്ങനെ എഴുതും? ഓ, വിത്ത് ഇയർ. കറക്റ്റ്. ചക്കര ചമത്ത് നിനക്ക് എന്ത് വേണം? പുതിയ ഡ്രസ്സ് മേടിച്ചു തരാവേ. ഞാനേ വാങ്ങിച്ചോളാം. അപ്പൊ ഞാനേ വാങ്ങിച്ചോളാം. ഓക്കെ. ശിവാംഗി, ഇപ്പൊ ശിവാംഗിയുടെ പാർട്ട്ണറിന് ശിവാംഗി എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടത്? അത് എന്റെ അടുത്തല്ലേ? അല്ല, അമ്മയുടെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും ശിവാംഗി പറയാൻ പോകുന്നത്? ശിവാംഗിക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, നോക്കട്ടെ. ലവബിൾ പേഴ്സൺ, ആദ്യം ഒരാളുടെ വെക്കാം. പേഷ്യൻസ്, ഗിവ് ആൻഡ് ടേക്ക്, ഹാപ്പി മാൻ, കെയറിംഗ്, നോ ഈഗോ, സുന്ദരൻ, 6 അടി ഹൈറ്റ് പ്ലസ് സോഫ്റ്റ്. സോഫ്റ്റ് മീൻസ് സോഫ്റ്റ് ക്യാരക്ടർ. ഓ, ഞാൻ അടുത്ത് തുടങ്ങുമ്പോ നല്ല സോഫ്റ്റ് ആയിരിക്കും. നോക്കട്ടെ, ഒന്നും കൂടെ കാണിച്ചേ. അമ്മ എഴുതേക്കുന്നതിൽ ഒന്നും വന്നിട്ടില്ല. കെയറിങ്, ഓക്കെ. കെയറിങ് എങ്ങനെയാ? പൊന്നുപോലെ ഇങ്ങനെ കൊണ്ടു നടക്കണം, എവിടെ പോയാലും വരണം. ഒറ്റയ്ക്ക് പോകാനൊന്നും ഇഷ്ടമല്ല കെട്ടിക്കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് പോവും. ആ, പക്ഷെ കെയറിങ് മസനെ എവിടെ പോയി വിളിച്ചൊക്കെ ചോദിക്കണം, എപ്പോ വരും, അങ്ങനെയൊക്കെ വേണം. ഓക്കെ. നോ ഈഗോ. ഈഗോ ഒട്ടും പാടില്ല ഒരു കാരണം വെച്ചാലും. ഓക്കെ. ഈഗോ ഉണ്ടോ? എനിക്ക് ഇല്ല. അപ്പൊ വേല. സുന്ദരൻ. എന്താ സുന്ദരൻ എന്ന് പറയാൻ? അപ്പ പറയും സുന്ദരനായ ഒരു ചെക്ക വേണമെന്ന്. അങ്ങനെയല്ല, ഞാൻ സൗന്ദര്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. 6 അടി ഹൈറ്റ്. ചുമ്മാ അമ്മ അതും പറയും. അല്ല, അയ്യോ, ചെക്ക വേണമെന്ന് അമ്മല്ലേ പറഞ്ഞേ? നീ അല്ലടി പറഞ്ഞ 5'11" വേണമെന്നാ? ശരി, അതെ, ശിവാംഗി പറഞ്ഞ കേൾക്കണേ. എനിക്ക് ഇങ്ങനെ നെഞ്ചിലേക്ക് കടക്കുമ്പോ ഹാർട്ട് ബീറ്റ് ടിക് ടിക് ടിക്. റീസെന്റ് ആയിട്ട് സിഡ്നി പോയപ്പോ 6 അടി 4 ഇഞ്ച് ഒരു പയ്യനെ കണ്ടു. എഞ്ചിനീയറിംഗ് പഠിക്കാനാണ്ട് വന്ന ആ പയ്യന്റെ കൂടെ ഞാൻ ഒരു ഫോട്ടോ എന്ന് ചോദിച്ചാൽ ഫോട്ടോ എടുത്തു. അപ്പൊ എന്നെ നാണിച്ചിട്ട് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്രയും ഹൈറ്റ് ഉള്ള പയ്യന്മാരെ അത് മനസ്സിലായി. കാരണം വെച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞു, ഏണിയിട്ട് കയറേണ്ടി വരും അവനൊരു ഉമ്മ കൊടുക്കാന്, ചാടി കഴിക്കണം. എന്താ എന്തെങ്കിലും കമന്റ്സ് പറയാറുണ്ടോ? നോ കമന്റ്സ്. ചാടിയാലും കുഴപ്പമില്ല. 6 അടി തന്നെ മസ്റ്റ് ആണ്. 5 അടി 11. 5 അടി 11. ഈ 1 ഇഞ്ചിന് ആ 1 ഇഞ്ചിൽ എന്താ ഇരിക്കുന്നേ? എനിക്ക് 6 അടി വേണ്ട. 6 അടി വേണ്ട. 5 അടി. 5 അടി 11. അതിലെന്താ കാര്യം? അത് കുറച്ച് നമുക്ക് ഹൈറ്റ് മാച്ച് ആവും. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വീട്ടിലെ സംഗീത ഭവൻ എന്നല്ലേ വീടിന്റെ? അല്ല, അതെന്റെ നാട്ടിലെ വീട്. നാട്ടിന്റെ വീട്. നമ്മുടെ ഈ വീടിന് വീടിന് ശിവം സുന്ദരം എന്നാണ് നമ്പർ 6-7. ശിവം സുന്ദർ. ശിവം എന്ന് ശിവാംഗി, മോന്റെ പേര് വിനായക് സുന്ദരം. ശിവം സുന്ദരം എന്ന് ഇവിടെ കുറച്ച് വെളിയിൽ കുറച്ചുകൂടെ വർക്കുണ്ട്. ഒരു ഇത് വെച്ചങ്ങനെ ഒരു ഗോൾഡിൽ ഇതിൽ എഴുതണം എന്നൊക്കെ വിചാരിച്ചു. ഇത് പലയും ഇല്ല 6 and 7. അപ്പൊ ശിവം സുന്ദരത്തിൽ ഈ കുടുംബത്തിലെ ഏറ്റവും പാവം ആരാണ്? ഞാൻ. അയ്യോ, അതിലെന്താ മനപ്പുറത്താ? നിങ്ങൾ രണ്ടുപേരാണ് ഈ കുടുംബത്തിലെ ഏറ്റവും പാവം. പക്ഷെ ഞാൻ കേട്ടേക്കണ ബ്രദർ അനിയനാണെന്നാണല്ലോ വിനായകൻ. സത്യം പറഞ്ഞ പാവം ശരിക്കും പറഞ്ഞ അപ്പയാണ്. അതെ, അപ്പയാണ് പാവം. നമ്മള് വെച്ചാൽ മേക്കുന്നത്. അതെ, പാവം. നമുക്ക് അപ്പാന്ന് എഴുതാം. ഞങ്ങൾ വീണ്ടും എഴുതാം അപ്പ. അപ്പാണ് ഞങ്ങളുടെ മികപ്പെരിയ ഫ്ലാഗ് ബെയറർ ഓഫ് ദ ഫാമിലി. ചേച്ചി അപ്പാന്ന് തന്നെയാണോ വിളിക്കുന്നത്? ഞാന് അങ്ങനെയായിരുന്നു. പിള്ളേരുണ്ടായതിനു ശേഷം അപ്പാന്നാ വിളിച്ചോണ്ടിരുന്നത്. അപ്പാന്ന് ഇപ്പൊ പിന്നെ വീണ്ടും കൃഷ്ണനാക്കി. മറ്റു പിള്ളേര് കേൾക്കാനായിട്ട് പുള്ളി അപ്പാന്നും ഞാൻ അമ്മാന്നും എന്നെ അമ്മാന്നും വിളിച്ചോണ്ടിരുന്നു. അത് പിന്നെ ഇവിടെ തമിഴ് ആൾക്കാരുടെ ഒരു ഇതാണ്,
പിന്നെ അങ്ങ് അവരെ അപ്പ അമ്മ എന്നാ വിളിക്കാറുള്ളൂ. ഓ പരസ്പരം. ഇപ്പൊ ചേച്ചീനെ എന്താന്ന് വിളിക്കുന്ന? അമ്മ. അങ്ങനെ അപ്പ അമ്മ, പിള്ളേരുടെ അച്ഛ, പിള്ളേരുടെ അമ്മ. മാപ്പ. ഓക്കെ. ഇപ്പൊ പക്ഷെ എന്നെ ഒന്നും ഇതുവരെ വിളിച്ചിട്ടില്ല. ശരി, അപ്പ എന്നെ എന്താടി വിളിച്ചിട്ടുള്ള? അമ്മ ഇവരോട് പറയുമ്പോഴും അമ്മ എന്നാ പറയുന്നത്. ഇവിടെ വീട്ടിലെ മീഡിയം ഓഫ് ലാംഗ്വേജ് തമിഴാണോ മലയാളമാണോ? അമ്മയുടെ അടുത്ത് മാത്രം മലയാളം, അപ്പാടെ തമിഴ്. പുള്ളി അപ്പ തമിഴ്, ബ്രാഹ്മണ, തമിഴാണ്. ഞാൻ മലയാളി. അത് കാരണം ഒരു ലാംഗ്വേജ് പഠിക്കണില്ല. ഞാൻ മലയാളം, ഇവർ എൻ്റെ അടുത്ത് മലയാളം, പിന്നെ ഇവര് തമിഴ്. ബ്രദർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് തമിഴ്. മലയാളം അറിയോ? അറിയാം. പിന്നെ എന്റെ അടുത്ത് മലയാളം ഞാൻ മലയാളം എന്നെക്കാളും സൂപ്പറാ. നല്ലോണം സംസാരിക്കും. ബ്രദറിന് എങ്ങനെ? ഇപ്പൊ നിങ്ങളുടെ ഇപ്പം ശിവാംഗി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെ എക്സ്പ്രസീവ് അല്ല, പക്ഷെ അവൻ എന്നെ ഇഷ്ടമാണ്, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഇപ്പൊ ശിവാംഗി ഇത്രയും ഫേമസ് ആക്കി ആകുമ്പോ ഈ ബ്രദറിന്റെ ഫ്രണ്ട്സ് തന്നെ പോകും, എന്റെ ചേച്ചിയുടെ ഭയങ്കര ഫാനാണ്, ഞാൻ ഹായ് ഒക്കെ. എങ്ങനെ ബ്രദർ അവനെ ബോറടിക്കും? ഈവൻ ഒളിച്ചെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ആൾക്കാർ ശിവാംഗി തമ്പിതാനെ പറഞ്ഞ് അവൻ ചിലപ്പം ഒരു പ്രൈവസിക്ക് അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഓ എന്ന് പറയും, ശരി അപ്പൊ അവനോടൊന്ന് ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഈ ഏതെങ്കിലും ഒരു ഫാൻ ബോയ് അയച്ചേക്കണ മെസ്സേജ് അല്ലെങ്കിൽ ലെറ്റർ അങ്ങനെ എന്തെങ്കിലും ഇപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ട് മനസ്സിൽ കിടക്കുന്നുണ്ടോ? ലെറ്റർ ഒന്നുമില്ല, ഫാൻ ബോയ്സ് നിറയെ ഉണ്ട്. പക്ഷെ ലെറ്റർ അവരുടെ ആക്ഷൻസ് എല്ലാം നല്ല ഈ ഒരുപാട് ബോയ്സ് ഫാൻസ് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെ ഒരു ക്രൗഡ്? ബോയ്സിനെക്കാളും ഗേൾസ് ആ ഫാൻസ്. എന്നാലും ഈ ഒരു ഈക്വൽ ബോയ്സിന്റെ എണ്ണം കുറവല്ല. ഇപ്പൊ ഈ പുറത്തേക്കൊക്കെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ എങ്ങനെ ഈ ക്രൗഡ് എന്തായാലും തിരിച്ചറിയും? അങ്ങനെ ആരും ലൈക്ക് അത്ര ക്രൗഡായി അങ്ങനെ ചെയ്യില്ല. കാണും, ഒരു ജോലിയിലിരുന്നെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഫോട്ടോസ് എടുക്കാനൊക്കെ ഇങ്ങനെ ഒരുപാട് പേര്. ഓക്കെ. ഇപ്പൊ നാട്ടില് തൊടുപുഴയൊക്കെ ചെല്ലുമ്പോ അല്ലെങ്കിൽ വീട്ടില് കേരളത്തിലേക്കൊക്കെ വരുമ്പോ എങ്ങനെയാണ് അവിടത്തെ ആരാധന? അത്ര പേർക്കല്ല എന്നെ അറിയില്ല. ഇവിടെ അറിയുന്ന മാതിരി അവിടെ അറിയില്ല. അറിയാൻ തുടങ്ങിയിട്ടില്ല. അറിയാന്നറിയാല്ലേ പിന്നെ ഇല്ലെങ്കിൽ അവര് അല്ല, റിയൽ പീപ്പിൾ ഡിജിറ്റലി ഓക്കെ. റിയൽ പീപ്പിളിന് ലാസ്റ്റ് മന്ത് ഞാൻ ഒന്ന് ലുലു മോളിൽ പോയപ്പോ അപ്പൊ വന്ന് നിറയെ പേര് സംസാരിച്ചു. ഷോ പോയപ്പോ മലയാളീസ് എല്ലാം വന്ന് ഇന്റർവ്യൂ കാണാറുണ്ടെന്ന് പറഞ്ഞു. എല്ലാരും ഇന്റർവ്യൂ കാണാറുണ്ട്. എയർപോർട്ടിൽ പോയാലും മാഡം ഇപ്പൊ ഇനി അത് ഫുൾ ഫ്ലെഡ്ജ് ഫീൽ. ഇപ്പൊ ധ്യാൻ ചേട്ടന്റെ ശിവാംഗിയുടെ കോമൺ ആയിട്ട് പറയുന്നതാണ്, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സമാധാനാണെന്നാണ്. അങ്ങനെ ഒരുപാട് സ്ട്രെസ് ഒരുപാട്. നീ ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞില്ലേ അവരുടെയൊക്കെ ഇന്റർവ്യൂവും സിനിമയൊക്കെ കാണും. എന്റെ ഇന്റർവ്യൂ എടുത്ത് മോഹൻലാൽ സാർ കൂടെ ഇന്റർവ്യൂ സൂപ്പറായി. ഏതാ? മോഹൻലാൽ സാറിന്റെ. ആരുടെ? മോഹൻലാൽ സാറിന്റെ ഇന്റർവ്യൂ എതില് വന്നു? ഇർഫാന്റെ ഇന്റർവ്യൂ എന്താണ്, എല്ലാരും ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു ഇന്റർവ്യൂ ആയിരുന്നു അത്. ലാലേട്ടനെ കുറെ നാൾക്ക് ശേഷം അങ്ങനെ ചിരിച്ച് ഒരു ലാലേട്ടനെ കണ്ടു. ഇപ്പൊ ശിവാംഗിക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഇന്റർവ്യൂ എടുത്ത് കാണുക കേട്ടല്ലോ. ഞാൻ സ്പെഷ്യലി കെന്നാഷോ സെർച്ച് ചെയ്ത് അങ്ങ് ഇരുന്നങ്ങ് കാണ്. അപ്പൊ അങ്ങ് ഇന്റർവ്യൂ സ്ട്രെസ് ഒക്കെ അങ്ങ് പോവും കേട്ടല്ലോ. കാണണേ. ഇവള് സ്ട്രെസ് ആയിട്ടിരിക്കുമ്പോ കൊറേ പിന്നെ ഒരു വലിയ കോൺവെർസേഷൻ കേൾക്കാം. 4-5 പേരുമായിട്ട് ഇവളുടെ മറ്റേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, സിയാക്കുട്ടി, രക്ഷിത, മാനസി, പ്രിയങ്ക, ശിവാംഗി. മാനസി രാക്ഷസി എന്ന് പറഞ്ഞത് ഞാൻ വന്ന് സ്ട്രെസ് ആയിരിക്കുമ്പോ ചിരിക്കുന്ന ഇന്റർവ്യൂ കാണില്ല. നല്ല നല്ല ഫിലോസഫിക്കലായ അതാണ് ഈ ഇടയ്ക്ക് കണ്ടത്. ഭയങ്കര മെച്ചുഡ്. അതിന്റെ അണ്ടറിൽ കുറെ ശിവാംഗി ഭയങ്കര മെച്ചു. ഞാൻ പേടിച്ചു പോയി. ദൈവമേ, നാളെ തന്നെ രണ്ട് ക്യാരക്ടർ അതും ഇതും. അത് ഭയങ്കര ഫിലോസഫി ആയിട്ട് എന്താ ലവിനെ കുറിച്ചൊക്കെ ഭയങ്കര വലിയവര് പറയുന്ന പോലെ സംസാരിക്കണ പോലെ. അതാ ഞങ്ങൾ രണ്ടും കൂടി. അതെ,
2 weeks മുന്നേ. അപ്പൊ ഞാൻ പേടിച്ചു, ദൈവം ശിവാങ്കി മെച്ചൂർ ആയി പോയോ, ഓ മെച്ചൂറായാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് നിങ്ങളുടെ കവല. അങ്ങനെയല്ല, പെട്ടെന്ന് പക്വതൊക്കെ വന്ന് വേറൊരാളും സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. എനിക്ക് പണ്ട് തൊട്ടേ പക്വതല്ല ഉണ്ട്. എവിടെ തേവ അവിടെ യൂസ് ചെയ്യുള്ളൂ. അതാണ്, അങ്ങനെ മതി കേട്ടോ. ഇവിടെ പക്വത. ഓക്കെ. അപ്പൊ ശിവാങ്കി ഒരുപാട് സന്തോഷം, കുറെ കാര്യങ്ങളും കുറെ വിശേഷങ്ങളും ചോദിച്ചിരുന്നു. എന്തായാലും ചെന്നൈയിലെ എന്താ പറയാ, ഈ ഒരു വിഷു ദിവസം തന്നെ നിങ്ങളെ രണ്ടുപേരും, ഇപ്പൊ കൃഷ്ണകുമാർ സാർ, വിനായകൻ, ശിവാങ്കിയുടെ ബ്രദർ എല്ലാവരും ഉണ്ട്. ഇപ്പൊ ഒരു അടിപൊളി വീടും ആ വീട്ടിൽ ഒരു അടിപൊളി ആൾക്കാരുമാണ്. ഒരു രക്ഷയില്ലാത്ത 2 വ്യക്തികളാണ് ബിനി മാമും ശിവാങ്കിയും. നല്ല രസമുണ്ടായിരുന്നു സംസാരിച്ചിരിക്കാൻ. എങ്ങനെയാണോ ഇന്റർവ്യൂ, ചിലവർ ഇന്റർവ്യൂവിൽ നമ്മൾ കാണുമ്പോൾ ഓർക്കും ഓ ഇത് ഇന്റർവ്യൂവിൽ നമുക്ക് കിട്ടുന്ന റിഫ്ലക്ഷൻ ആയിരിക്കുന്നത്. പക്ഷെ റിയൽ ആയിട്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള 2 പേരും. അതെ, അല്ല ഈ പറയുന്ന ആളും അതെ കേട്ടോ. കെന്ന ശരിക്കും പറഞ്ഞാ തൊടുപുഴ ഞങ്ങൾ തൊട്ടടുത്ത് നാട്ടുകാരായതാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ അതാ പറഞ്ഞേ, തൊടുപുഴയിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് പോരെ, ഞങ്ങൾ അങ്ങോട്ട് വരാം. കാരണം ഭയങ്കര വൈബാണ്. ഒരേ ക്യാരക്ടർ, ഞങ്ങള് ചിരിക്കുന്നത് സന്തോഷിക്കുന്നതും ഈ ഒരു സംഭവമാണ് നമ്മള് ശരിക്കും. അത് അപ്പൊ അങ്ങനെ ഒരു 100 വർഷക്കാലം കെന്നയുടെ ജീവിതത്തിൽ ഈ ചിരി എങ്ങനെ തുടർന്ന് ഏറ്റവും സന്തോഷമായിട്ട് കെന്നയും കെന്നയുടെ ഹസ്ബൻഡും ഉണ്ട്. 2 പേരും എന്താ പറയണേ, നല്ല ധനധാന്യപുത്ര, ബഹുപുത്ര ലാഭം, ദീർഘായുഷ് എല്ലാം വരട്ടെ. എല്ലാം എന്റെ ബ്ലെസ്സിങ്സ്. ഓ വിഷുവിന് കിട്ടാതെ നാക്ക് പൊന്നാവട്ടെ. ശിവാങ്കി കൂടെ പറ. എന്നാ വന്ന് ഒരു അമേസിംഗ് ആയ ഒരു ജാളി സ്പിരിറ്റ്. അതോ ഞങ്ങൾക്ക് ഇന്റർവ്യൂ പോയതേ അറിഞ്ഞില്ല. അത് കറക്റ്റാ തൊടുപുഴ അറിഞ്ഞോണേ. നമ്മൾ അടുത്ത വാട്ടി വരുമ്പോ തൊടുപുഴ നമുക്ക് സിപ്പപ്പ് ഓടിക്കും. സത്യം, റംലാത്തിന്റെ പുളിമിഠായി ഇല്ലേ, അവിടെ പുളിമിഠായി ഉണ്ട്. ജമായി ഐസ്ക്രീം, ജമായി ഐസ്ക്രീം, ലോഡ്സ് ബേക്കറി, ഇന്ത്യൻ ബേക്കറി, അയ്യോ അവിടുത്തെ മാർബിൾ കേക്ക്, ഹണി കേക്ക്. ഹണി കേക്ക് അവിടുത്തെയാണ് ബെസ്റ്റ്. നമ്മുടെ തൊടുപുഴയാണ് ബെസ്റ്റ്. ഹൈ റേഞ്ച് ഹോട്ടൽ, ഹൈ റേഞ്ച് ഹോട്ടൽ, മൂൺലൈറ്റ് റീജൻ. മൂൺലൈറ്റ് റീജൻസ്. നമ്മളുടെ വീട് എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ സൂര്യ അണ്ണനും എല്ലാരും തൊടുപുഴ വരുമ്പോ താമസിക്കുന്നത്. ഇപ്പൊ മതി. അല്ല നീ വേറൊരു ഇതുണ്ടല്ലോ, കല്യാൺ സിൽക്സ്. അല്ലല്ല, ഹണി ബി. ഹണി ബിയോ? അതെന്താ കട? കട ഹണി ബി, അത് ഈ ഇടയ്ക്ക് ഇങ്ങനെ വന്നാണോ? അല്ല ഹണി, അതെന്തോ ഒരു കട. ഓക്കെ, ഞാൻ ഹണിബിയിലെ ജാസിഫ് അലിയുടെ വീടും തൊടുപുഴയല്ല എന്ന് പറയാൻ വേണ്ടി വരായിരുന്നു. അതെ കുറെ പേരുണ്ട്. ഹണി റോസ്, ഹണി റോസ്. ഹണി റോസ് ഒരാളുടെ പേര്. ഞാൻ പറയുന്നത് കട. ഓ ശരി, എനിക്കറിയില്ല. നമുക്ക് വാങ്ങിട്ട് അതെ അതെ അതെ. അങ്ങനെ തൊടുപുഴക്കാരെല്ലാരും കലാകാരന്മാരാണ്, നല്ല മനസ്സിന്റെ ഉടമകളാണ് അല്ലേ? സുന്ദരന്മാരും സുന്ദരികളുമാര്. അതെ, നമ്മളെ പോലെയുള്ളവരൊക്കെയാണ്. ഓക്കെ, ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് സ്വന്തമായിട്ട് എനർജി കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ലാസ്റ്റ് ആയിട്ട് ഒരു വിഷു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂ വൈൻഡപ്പ് ചെയ്യാം. 3, 4. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ ആരേകും വിഷു കൈ നീട്ടം. കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മണിത്തൊങ്ങലും ചാർത്തുമ്പോൾ. Super. So happy Vishu. Happy Vishu. Happy Vishu. So thank you so much. Thank you so much. Thank you. Kenna, we love you. Thank you.